മിനിറ്റ്. സാറുടെ സമയം എത്ര മണി വരെ പറയാം, എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചു. ഒരു മണിക്കൂറല്ലേ? ഓ ഓ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സംപൂജ്യരായ എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തോടനുബന്ധിച്ച് തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ഒരു പ്രഭാഷണത്തിൽ എനിക്ക് നൽകിയ വിഷയം ശ്രീകൃഷ്ണ ചരിത്രം എന്നതാണ്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പുതിയ വിഷയങ്ങളെന്നൊന്നും പറയാൻ സാധിക്കില്ല, എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങൾ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സത്സംഗ സന്ദർഭത്തിൽ നമുക്ക് വിചാരം ചെയ്യാം. നമുക്കറിയാം, ശ്രീകൃഷ്ണൻ അങ്ങോട്ട് പറയുന്ന സമയത്ത് തന്നെ ഒരുവിധം എല്ലാവരുടെയും മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. മറ്റ് ദേവതകളെക്കാളും ഈശ്വര സങ്കല്പത്തെക്കാളൊക്കെ അധികം നമ്മുടെ മനസ്സിൽ കടന്നുകൂടുന്നത് ആരുടെ, നമ്മളിൽ ഒരാളായി മാറുന്നത് ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനാണ് അല്ലേ? നമ്മളിൽ ഒരാളായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഈ കലാകാരന്മാരെയും തത്വചിന്തകന്മാരെയും എല്ലാ ആളുകളെയും ഒരുപോലെ, സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും വൃദ്ധന്മാരെയും ഋഷിമാരെയും എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു രീതിയാണ് ശ്രീകൃഷ്ണനിലുള്ളത്. അതുകൊണ്ട് നമ്മുടെ കവികളൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് പറയുന്ന സമയത്ത് എത്ര ഉത്സാഹത്തോടു കൂടിയിട്ടാണ്, വരികൾക്കൊക്കെ ഒരു മാറ്റാണ്. എഴുത്തച്ഛൻ മഹാഭാരതം കിളിപ്പാട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദ്രോണപർവ്വത്തിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ വരികൾക്കൊക്കെ എന്തെന്നില്ലാത്തൊരു പരിവർത്തനമാണ്, ഒരു മാറ്റം അങ്ങോട്ട് വരികയാണ്. ശുക്കത്തരുണ്ണി ജനമണിയും മണിമകുട്ട മാലികേ ചൊല്ലടോ ചൊല്ലടോ കൃഷ്ണലീലാമൃതം. കൃഷ്ണൻ്റെ കഥകൾ അങ്ങോട്ട് പറയൂ. അവിടെ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം പോലെയാണ് എഴുത്തച്ഛൻ്റെ ഓരോരോ വരികളും വരുന്നത്. ഇങ്ങനെ തുടർന്നിങ്ങനെ വരിക തന്നെയാണ്, നിർത്താതെ ഇങ്ങനെ പോവുകയാണ്. ഈ മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വം എന്ന് പറഞ്ഞാൽ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം പോലെയുള്ള വരികളാണ്, കളകാഞ്ചി വൃത്തത്തിലാണ്. വീണ്ടും വീണ്ടും പറയൂ, ഭഗവാന്റെ കഥകൾ പറയൂ. അക്കമ്മക്കല്ലും അക്കമല്ലരും അധിപതി കഥാമൃതം ആജീവനാന്തം മുഷിച്ചിലുണ്ടായി വരാ. ഭഗവാന്റെ കഥകൾ കേട്ടാൽ ആജീവനാന്തം മുഷിച്ചിലുണ്ടായി വരാ, ഒരിക്കലും ഒരു മടുപ്പ് വരില്ല എന്നാണ്. നമ്മളൊക്കെ കേട്ട കഥകൾ തന്നെയാണ്, എന്നാൽ പോലും ഇത് കേൾക്കുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന്. ജനപ്രിയ സമ്പ്രദായം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് കൃഷ്ണൻ്റെ ഏറ്റവും പ്രത്യേകത. ഒരു ജനപ്രിയമാണ് എല്ലാ കാര്യങ്ങളും. അവിടെ തന്നെ പറയും, ഭഗവാന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധമായി തീരും, ഭക്തി മുക്തിപ്രദം, ഭക്തിയിലേക്ക് എത്താൻ സാധിക്കും. ഇങ്ങനെയുള്ള അനവധി ഗുണങ്ങളാണ് കൃഷ്ണൻ്റെ കഥകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മേൽപ്പത്തൂര് മറ്റ് സഹസ്രനാമങ്ങളിലൊന്നും പറയാത്ത ഒരു പേര് ഭഗവാന്റെ പ്രത്യേകതയായിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ സഹസ്രനാമത്തിലൊന്നും കാണില്ല. നാരായണീയത്തിൽ കാണാം, ആദ്യായ അശേഷകർത്രേ. ആദ്യനാണ് അവിടുന്ന്, ആദ്യായ അശേഷകർത്രേ. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായ തത്വമാണ്.
എന്നിട്ട് പറയാണ് പ്രതിനിമിഷ നവീനായ ഭർത്രേ വിഭൂതേ. പ്രതിനിമിഷ നവീനായ, എന്നും പുതിയതായിട്ടിരിക്കുന്നവനെ എന്നാണ് വിളിച്ചത് ഭഗവാനെ. എൻ്റെ പേരൊക്കെ നവീൻ എന്നൊക്കെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആകെ പ്രാചീനനായി ഉണ്ടാവും. ഇപ്പം വലിയ കുഴപ്പമില്ല, യുവാവാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് കഴിയുമ്പോഴോ വൃദ്ധനായില്ലേ. വൃദ്ധനായ നവീനൻ അല്ലാണ്ടേയില്ലേ, പേരിട്ടിട്ട് കാര്യമില്ലല്ലോ. പ്രതിനിമിഷ നവീനായ, ഭഗവാൻ അങ്ങനെയല്ല, എന്നും പുതിയവനാണ്. പ്രതിനിമിഷ നവീനായ, എപ്പോഴും പുതിയവനായിരിക്കുന്നവനെ എന്നാണ്. കൃഷ്ണൻ്റെ കഥയും അങ്ങനെ തന്നെയാണ്, എന്നും പുതിയതാണ്. അപ്പം ഭാഗവത സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് 4-ാം ദിവസമായി കഴിഞ്ഞാൽ ഒരോളാണ്. ആദ്യത്തെ 3 ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. 2 ദിവസം ഏതായാലും ഉണ്ടാവില്ല. നരസിംഹാവതാരായ കുറച്ചൊരു മാറ്റം വന്നു. കൃഷ്ണാവതാരാകുമ്പോഴത്തേക്കോ ഒരു പൂർണ്ണതയിലേക്ക് എത്തി. സ്വയംവരാകുമ്പോഴേക്കോ ആ പൂർണ്ണത കുറച്ചും കൂടി കൂടി. 6-ാം ദിവസം ആകുമ്പോഴേക്കും ഒന്നും കൂടി ഗംഭീരായി. 7-ാം ദിവസം കഴിയുന്ന ദിവസവും പിന്നെ ഒന്നും ചോദിക്കാതെ അന്നും ഗംഭീരാണ്. അപ്പോൾ ഈ കൃഷ്ണൻ്റെ കഥ മുതൽക്കാണ് അങ്ങോട്ട് ഗംഭീരാവുന്നത്. ഒരു കൊഴുക്കുക എന്ന് പറയുന്നില്ലേ, കൊഴുപ്പിക്കലാവുന്നത്. അത് കൃഷ്ണൻ്റെ കഥയോടുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഏതായാലും ആ ഭഗവാന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് അല്പസമയം കടന്ന് ചിന്തിക്കാം. നമുക്കറിയാം ഭഗവാൻ ഉണ്ടായത് മധുരയിലാണ്. ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് മധുര വരുന്നത്. ഭഗവാന്റെ അവതാരം, ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. കൃഷ്ണാവതാരം ഭഗവാന്റെ 9ാമത്തെ അവതാരമാണ് എന്ന് പറയുന്നുണ്ട്. 10 അവതാരമാണല്ലോ പ്രധാനമായിട്ട്, അതിൽ 9ാമത്തെ അവതാരമാണ് എന്ന് പറയാറുണ്ട്. 9 അനവധി അവതാരങ്ങളുണ്ട്, എങ്കിലും പ്രധാനമായിട്ട് 10 അവതാരങ്ങളാണ്. എന്താണ് ഈ അവതാരം എന്ന് പറഞ്ഞ അർത്ഥം? ഇറങ്ങി വരിക എന്നാണ് അർത്ഥം. ഭഗവാൻ ചില പ്രത്യേക കാര്യങ്ങൾക്കായി ഇറങ്ങി വരിക. അവതാരത്തിൻ്റെ താല്പര്യം ഭഗവത്ഗീതയിലെ 4-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ കാണാം, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂന, സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയും ദുർജനങ്ങളെ, ദുഷ്ടന്മാരെ നീക്കുന്നതിന് വേണ്ടിയും അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ ദുഷ്ടതയെ നീക്കുന്നതിന് വേണ്ടിയും ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തെ വേണ്ടതുപോലെ സംസ്ഥാപിക്കുന്നതിന് വേണ്ടിയും, ധർമ്മം എപ്പോഴും ഉള്ളതാണ്, ആ ഉള്ള ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയും സംഭവാമി യുഗേ യുഗേ, ഞാൻ എപ്പോഴും സംഭവിച്ചും കൊണ്ടിരിക്കും എന്ന് പറയാണ്. യുഗേ യുഗേ, എല്ലാ യുഗങ്ങളിലും ഞാൻ സംഭവിച്ചും കൊണ്ടിരിക്കും. യുഗം എന്ന് പറഞ്ഞാൽ ഓരോരോ വേണ്ട സന്ദർഭം എന്നുള്ള അർത്ഥം. വേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കും. ഇതാണ് അവതാരത്തിന് അടിസ്ഥാനമായ ഒരു ശ്ലോകം. അവിടെ തന്നെ മുകളിൽ കാണാം, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാ ആത്മാനം സൃജാമ്യഹം. എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അധർമ്മത്തിന് വളർച്ച ഉണ്ടാവുന്നത്, ആ സന്ദർഭത്തിൽ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു? എന്നെ തന്നെ ഞാൻ സൃഷ്ടിക്കുന്നു. ആത്മാനം സൃജാമ്യഹം, ഞാൻ എന്നെ തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ്. അതാണ് അവതാരത്തിൻ്റെ അടിസ്ഥാനം. അപ്പം ഈശ്വരൻ ധർമ്മസംരക്ഷണത്തിനായി ഈ ഭൂമിയിൽ മഹാത്മാക്കളായി പ്രവർത്തിക്കാൻ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെയാണ് അവതാരങ്ങൾ ഉണ്ടായത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതന്നെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം. മഹാത്മാക്കളായ ധാരാളം പേര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ആരാണ്? ബ്രഹ്മത്തെ, ഈശ്വരനെ അനുഭവിച്ചവരാണ്, സാക്ഷാത്കരിച്ചവരാണ്. അവരെ നമുക്കെങ്ങനെ പറയാം? അവതാരങ്ങൾ എന്ന് പറയാം. ഭഗവാൻ പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നു എന്നാണ്. താഴേക്ക് വരുന്നു എന്ന് ഗീതയിൽ പറയുന്നു. അതേ സമയത്ത് തന്നെ ഉപനിഷത്തിലും അവതാരങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ കാണാം, ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ആരാണ്? ബ്രഹ്മം തന്നെയാകുന്നു. അങ്ങനെ ധാരാളം മഹാപുരുഷന്മാർ ഈ ഭാരതഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആരാണ്? അവതാരങ്ങൾ തന്നെയാണ്. ശ്രീകൃഷ്ണനും അവതാരമാണ്, ശ്രീരാമനും അവതാരമാണ്, ശ്രീബുദ്ധനും അവതാരമാണ്, ശങ്കരാചാര്യസ്വാമികളും അവതാരമാണ്. ധാരാളം അവതാര പുരുഷന്മാർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകൾ ആയ സമയത്ത് എത്ര അവതാരങ്ങളുണ്ടായത്? രാമകൃഷ്ണ പരമഹംസർ, അതുപോലെ രമണ മഹർഷി, ധാരാളം അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യത്തെ സാക്ഷാത്കരിച്ച എത്രയോ മഹാത്മാക്കൾ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ അവതാരങ്ങളാണ്. ഇങ്ങനെയുള്ള അവതാരങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പൂർണ്ണപുണ്യാവതാരം, പൂർണ്ണപുണ്യമായ അവതാരമാണ് കൃഷ്ണാവതാരം. ഭഗവാൻ എല്ലാം സാധിക്കും. മറ്റ് പല അവതാരങ്ങളും തത്വചിന്തയിൽ മാത്രം വ്യാപരിച്ചവരാണ്. ചിലർ ഉപദേശങ്ങൾ കൊടുത്തും കൊണ്ടിരുന്നവരാണ്. എന്നാൽ കൃഷ്ണൻ എന്താ കഴിയാത്തത്? എല്ലാം സാധിക്കും. തത്വചിന്ത വേണോ? അതും വഹിക്കും. ഉപദേശം കൊടുക്കണോ? അത് പറ്റും. യുദ്ധം ചെയ്യണോ? അതും പറ്റും.
സന്ധി ചെയ്യണോ അതും വഹിക്കും. ഇനി വേണമെങ്കിൽ ജനങ്ങളായിട്ട് ഇടപെടണോ, നേതാവാവണോ അതും പറ്റും. എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ ഒരുപോലെയാണ്, എല്ലാം വഹിക്കും കൃഷ്ണന്. ഉപദേശിക്കാൻ മാത്രമല്ല എന്നർത്ഥം, പ്രാവർത്തികമാക്കാനും പ്രവർത്തിക്കാനും എല്ലാ കാര്യങ്ങളും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ അവതാരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കൃഷ്ണാവതാരം മാത്രമാണ്. ദുഃഖം ഉണ്ടായിട്ടുണ്ടോ ഭഗവാന്? ഒരിക്കലും ദുഃഖം ഉണ്ടായിട്ടില്ല. ജനിച്ചതും ചിരിച്ചും കൊണ്ടാണ്, ജീവിച്ചതും ചിരിച്ചും കൊണ്ടാണ്. അവസാനം ഈ ലോകം വിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുന്ന സമയത്തും ഭഗവാൻ എങ്ങനെയായിരുന്നു? ചിരിച്ചും കൊണ്ടായിരുന്നു. എപ്പോഴും ചിരിച്ചും കൊണ്ടാണ്. ഭഗവത്ഗീത ഉപദേശിക്കുന്നത് എങ്ങനെയാണ്? അതും ചിരിച്ചും കൊണ്ടാണ്. ഒക്കെ ഒരു കളിയായിട്ടാണ് കൃഷ്ണൻ. എല്ലാ കാര്യവും ഒരു കളി, ഒരു തമാശ പോലെയാണ്. ഒരു ഭാഗത്ത് കാണാം, ദധാര ഇവ ലീലയാ, പർവ്വതം പൊക്കി എന്നാണ് പറയുന്നത്. അതും എങ്ങനെയാണ്? ഒരു കളിയായിട്ടാണ്, ലീലയായിട്ടാണ്. കല്യാണം എന്താണ്? ഒരു കളിയായിട്ടാണ്. രുക്മിണീനെ തട്ടിക്കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? അതൊരു ലീലയായിട്ടാണ്. ഭഗവത്ഗീത ഉപദേശം എങ്ങനെയാണ്? അതൊരു തമാശയായിട്ട്. പ്രഹസന്നിവ ഭാരത, ചിരിച്ചും കൊണ്ടാണ് അർജുനനോട് മറുപടി കൊടുക്കുന്നതൊക്കെ. ഒക്കെ ഒരു കളി പോലെ. മഹാഭാരമായ ഗൗരവം പിടിച്ച് മസിൽ പിടിച്ചിട്ടൊന്നല്ല, ഒന്നും. ഒക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനോടൊന്നും വലിയൊരു ബന്ധം ആർക്കുണ്ടായിരുന്നില്ല? ഭഗവാൻ ഉണ്ടായിരുന്നില്ല. അതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ. എല്ലാ കർമ്മവും കൃഷ്ണൻ ചെയ്തു, പക്ഷെ കർമ്മഫലത്തോട് ലവലേശം ആസക്തി ഭഗവാൻ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ഗീതയിൽ ഉപദേശിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കിയ കാര്യം തന്നെയാണ്. ഗാന്ധിജി പറയുന്നില്ലേ, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്നൊക്കെ. ഇത് ശരിക്കും ആദ്യം ആരാ ചെയ്തത്? ശ്രീകൃഷ്ണൻ തന്നെയാണ്. ഭഗവാന്റെ സന്ദേശമാണ് ഗീത. ആ സന്ദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ ആര് നടപ്പിലാക്കി? ഭഗവാൻ തന്നെ നടപ്പിലാക്കി. ഒരു പരിഭ്രമം ഭഗവാൻ ഉണ്ടായിരുന്നില്ല. തൻ്റെ ബന്ധുക്കളും മക്കളും എല്ലാവരും മുമ്പിൽ വീണ സമയത്ത്, അടിച്ച് വീണ സമയത്ത് ഒരു തുള്ളി കണ്ണീര് പോലും ആ സമയത്തും കൃഷ്ണനിൽ ഉണ്ടായില്ല. നേരം പോലും ഭഗവാൻ ചിരിച്ചും കൊണ്ടാണ്. സുന്ദരസ്മിത വക്ത്രാബ്ജ്യം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം. അപ്പോഴും സുന്ദരസ്മിത വക്ത്രാബ്ജ്യം, സുന്ദരമായ മുഖം തന്നെയായിരുന്നു. ഒരു തുള്ളി കണ്ണുനീര് ആ സമയത്ത് ഉണ്ടായോ? ഇല്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മക്കളോടും യാദവന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ശംഖോദ്ധാരത്തിലേക്കും പ്രഭാസത്തിലേക്കൊക്കെ പോയിക്കോളൂ, ദാനമൊക്കെ ചെയ്തോളൂ, ശാപത്തിൽ നിന്നൊക്കെ മോചിക്കാൻ വേണ്ടി പ്രവർത്തിച്ചോളൂ, പക്ഷേ പോകുമ്പോൾ കുപ്പിയൊന്നും കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ കുപ്പി? പച്ചവെള്ളത്തിൻ്റെ കുപ്പിയൊന്നല്ല, അല്ലേ? നമ്മൾ ഉദ്ദേശിച്ച കുപ്പി തന്നെ. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന കുപ്പി. അവൻ്റെ കൈ കുപ്പി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടുന്ന് പറയുന്നില്ല, അമ്പലത്തിൻ്റെ വാതിൽ മാടത്തുനിന്ന് പറയുന്നില്ല. ഏതായാലും അതന്നെ, ആ കുപ്പിയൊന്നും കൊണ്ടുപോകരുതെന്നാണ് കൃഷ്ണൻ ഉദ്ദേശിച്ചത്. ഇവർ കുപ്പിയിലല്ല കൊണ്ടുപോയത്, ക്യാനിലാക്കി നിറച്ചിട്ടാണ് കൊണ്ടുപോയത്. ഭഗവാൻ ഇത് കാണുന്നൊക്കെ ഉണ്ട്, ടാങ്കിലാക്കി കൊണ്ടുപോകണമെന്നൊക്കെ കാണുന്നുണ്ട്. ഭഗവാൻ ചിരിച്ചു. എന്താച്ചാ ആവട്ടെ, താൻ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടതുപോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരായി, അവരുടെ പാടായി. എന്താ ചെയ്യുക? എന്താച്ചാ ആവട്ടെ. ഇതന്നെയേ നമുക്കും ചെയ്യാൻ കഴിയുള്ളൂ. മക്കളോടൊക്കെ ഉപദേശിക്കാം, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ അവർ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, അവർക്ക് തോന്നുന്നത് പോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? പറയേണ്ട സമയത്തൊക്കെ, വേണ്ട സമയത്തൊക്കെ ഉപദേശിക്കുക എന്നല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ചിരിക്കുക തന്നെ, വേറൊന്നും ചെയ്യാനില്ല. അനുഭവിച്ചോട്ടേ വിചാരിക്കുക. അതന്നെ, അങ്ങനെ അങ്ങോട്ട് മാറി നിൽക്കാൻ ആ സമയത്ത് ഒരു സങ്കടം പോലും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. അതുപോലെ മഹാഭാരത യുദ്ധം കഴിഞ്ഞു. മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയത്ത് ഗാന്ധാരി കുരുക്ഷേത്രത്തിൽ വരികയാണ്, യുദ്ധം നടന്ന സ്ഥലത്ത് വരികയാണ്. അവിടെ ഓരോരുത്തരും വീണ് കിടക്കുന്നുണ്ട്. ആദ്യം ദുര്യോധനനെ കണ്ടു, ആകെ വിഷമിച്ചു ഗാന്ധാരിക്ക്. പട്ടു കിടക്കമേരെ കിടക്കേണ്ടുന്ന നീ പട്ടു കിടക്കുമാറായി തൂ ചോരയിൽ. എഴുത്തച്ഛൻ പറയുന്നില്ലേ, വളരെ ഭംഗിയായിട്ടാണ് സ്ത്രീപർവത്തിലെ ആ ഭാഗം വർണ്ണിക്കുന്നത്. മഹാഭാരതത്തിലുള്ളത് തന്നെയാണ് അതൊക്കെ. പട്ട് കിടക്കേണ്ട മുകളിൽ കിടക്കേണ്ടവനാണ് ഇതാ പട്ടു കിടക്കുമാറായി തൂ ചോരയിൽ. പട്ട് കിടക്കും പോലെ ചോരയിൽ കിടക്കേണ്ടി വന്നില്ലേ? ചോര മാത്രമേ ഉള്ളൂ അവിടെ, ഇങ്ങനെ കിടക്കേണ്ടി വന്നില്ലേ? കുറച്ചങ്ങനെ കഴിഞ്ഞപ്പം അവിടെയാണ് അഭിമന്യു വീണ് കിടക്കുന്നത് കണ്ടത്. അഭിമന്യുവിനാണ്ട് കണ്ടപ്പോഴേക്കും 16 വയസ്സേ അദ്ദേഹത്തിനുള്ളൂ. ആ 16 വയസ്സുള്ള അഭിമന്യു വീണ് കിടക്കുന്നത് കണ്ടപ്പോഴേക്കും ഗാന്ധാരിക്ക് ആകെ കടുത്ത് ദുഃഖമായി. ഗാന്ധാരി ശ്രീകൃഷ്ണനോട് പറയാണ്, കൃഷ്ണൻ അടുത്തുണ്ട്, കൃഷ്ണനെ ചൂണ്ടിക്കാണിച്ചും കൊണ്ട് പറഞ്ഞു, നല്ല മരതകക്കല്ലിനോടൊത്തവൻ കല്യാണരൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലഴുവും അർജുനൻ തൻ്റെ തിരുമകൻ വല്ലവീ വല്ലഭ നിന്റെ മരുമകൻ. നിന്റെ മരുമകനല്ലേ ഇവൻ? കൊല്ലാതിരുന്നിതാവൂ നിനക്കേതുമേ കൊല്ലിക്കയത്രേ നിനക്കൂരസമെടോ. കൃഷ്ണ, നീയാണ് ഇവരൊക്കെ കൊല്ലിച്ചത്. ഗാന്ധാരി അങ്ങനെയാണ് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയത്. നീയാണ് കൗരവന്മാരെയും പാണ്ഡവന്മാരെയും കുരുക്കളെ തമ്മിൽ തല്ലിച്ചത്.
രണ്ടും കുരുക്കൾ തന്നെയാണ്, കൗരവന്മാർ തന്നെയാണ്, പാണ്ഡവന്മാരും ഒരേ വംശത്തിൽപ്പെട്ടവർ തന്നെയാണ്. ഈ രണ്ടുപേരെയും തമ്മിൽ തല്ലിച്ചത് നീയാണ്. നിന്റെ മരുമകനെ തന്നെ നിനക്ക് രക്ഷിച്ചുകൂടായിരുന്നില്ലേ? ഇത്ര കുടിലത്വമുള്ളോരൊരുത്തനെ പൃഥ്വിയിലിങ്ങനെ കണ്ടീല കേശവ. ഇത്ര കുടില ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ലോകത്തിൽ ഞാൻ നിന്നെപ്പോലെ വേറൊരാളെയും കണ്ടിട്ടില്ല. താങ്ങായിരുപുറം നിന്നു നീ വേഗേന, രണ്ട് ഭാഗത്തും ചേർന്നിട്ട് നീയല്ലേ തമ്മിൽ തല്ലിച്ചത്. ഇതുപോലെ 30 കൊല്ലം കഴിഞ്ഞാൽ നിന്റെ വംശത്തിൽപ്പെട്ട യാദവന്മാരും ഇങ്ങനെ തന്നെ തമ്മിലടിച്ച് തീരും എന്നങ്ങോട്ട് പറഞ്ഞു. ശപിക്കുകയാണ് ചെയ്തത്. ആ ശാപം കേട്ടപ്പോഴോ ഭഗവാൻ അപ്പോഴും ചിരിച്ചു, സങ്കടപ്പെട്ടിട്ടൊന്നുമില്ല. ഗാന്ധാരി ശപിച്ചാൽ സ്ത്രീശാപം എന്ന് പറഞ്ഞാൽ അത് അതുപോലെ ഫലിക്കുന്നതാണ്. സ്ത്രീശാപം, അതുപോലെ സന്യാസിമാരുടെ ശാപം, ബ്രാഹ്മണരുടെ ശാപം, കുട്ടികളുടെ ശാപം, ബാലശാപം, ഈ 4 ശാപവും വലിയ ശാപമായിട്ട് പറയാറുണ്ട്. ഇതൊക്കെ പഴയ കാലത്താണ് കൂടുതൽ ശക്തി. ഇന്നിപ്പോൾ കരാട്ടെ പഠിച്ച സ്ത്രീകളാണ്. ഇന്നിപ്പോൾ സ്ത്രീകളുടെ ശാപമൊന്നും ഫലിക്കൊന്നുമില്ല. അതുപോലെ ബ്രാഹ്മണരുടെ ശാപം അത്രയൊന്നും ഫലിക്കൊന്നുമില്ല. അതുപോലെ സന്യാസി ശാപത്തിനും ശക്തിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഇവരൊന്നും പ്രതികാരം ചെയ്യാത്ത ആൾക്കാരാണ്. പ്രതികാരം ചെയ്യാത്ത ആൾക്കാരുടെ ശാപം അവർ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ എന്താണ്, അതുപോലെ ഫലിക്കുന്നതാണ്. അങ്ങനെയാണ് പറയുക. അപ്പോൾ സ്ത്രീശാപം അവിടെ ഉണ്ടായത്. അതങ്ങോട്ട് കേട്ട സമയത്ത് ഭഗവാൻ അപ്പോഴും ചിരിക്കുകയുണ്ടായത്. ഭഗവാൻ പറഞ്ഞു, സുബലപുത്രി ഗാന്ധാരി, നീ ഇപ്പം എന്താ ചെയ്തതെന്നറിയോ? പശു ഒരു ദിക്കി പോയിട്ട് മേഞ്ഞു. ആ മേഞ്ഞ സ്ഥലത്ത് പോയിട്ട് വീണ്ടും മേഞ്ഞ അങ്ങനെ ഉണ്ടാവും, മേയ്ക്കാൻ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. പുല്ല് തിന്നു കഴിഞ്ഞ സ്ഥലമാണ്, അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും കെട്ടിയിട്ട് കാര്യമുണ്ടോ പശുവിനെ? ഒരു കാര്യമില്ല. അങ്ങനെ തന്നെ വരും സുബലജേ, അതുപോലെ തന്നെ വരട്ടെ, സന്തോഷമായി. ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് നീ ഇപ്പം പറഞ്ഞത്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെ ഞാൻ വിചാരിച്ച കാര്യം തന്നെയാണ് നീ ശപിച്ചതിലൂടെ ഉണ്ടായത്. സന്തോഷം. അവർ അധർമ്മം ചെയ്താൽ, എൻ്റെ മക്കളായാലും നിന്റെ കൗരവന്മാരെ പോലെ അധർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേ അവസ്ഥ അവർക്കും വരും. ഒരു കുഴപ്പമില്ല. ഞാൻ അന്നേരം അവരുടെ ഭാഗത്ത് നിന്ന് നിൽക്കാനൊന്നും പോകുന്നില്ല, ഞാൻ മാറി നിൽക്കും. ഇങ്ങനെ ഇത്രയധികം എന്താ പറയേണ്ടത്, കർമ്മയോഗം ചെയ്ത പ്രവൃത്തിയിൽ യാതൊരു എന്താ പറയേണ്ടത് ഒട്ടലുമില്ലാതെ, അവനവൻ്റെ ആളായാലും വേറൊരാളായാലും ഒന്നും കൃഷ്ണന് വ്യത്യാസമൊന്നുമില്ല. ഒരൊറ്റ നിയമം മാത്രമേ ഉള്ളൂ. ധർമ്മത്തിൻ്റെ വിരുദ്ധമായി നിന്ന് കഴിഞ്ഞാൽ കൃഷ്ണൻ അവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു യോഗി വേറെ ആരാളത് ലോകത്തിൽ? കൃഷ്ണനെ പോലെ ആരുമില്ല. അതുകൊണ്ടാണ് ഉള്ളൂർ പറയുന്നുണ്ട്, നാഥനെന്നു നൽകിയ താം നാന്മറപ്പാൽ നവനീതം നാദബ്രഹ്മ ചൈതന്യത്തിൻ നവാവതാരം. കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ കൊടുത്ത ഉപദേശം എന്താണ്? വേദത്തിൻ്റെ താല്പര്യമാണ് എന്ന് പറയാണ്. കാര്യസാരം കാധിച്ചോര കർമ്മയോഗ മാർഗദർശി ആര്യഭൂമിക്കായുഗാന്തം ആചാര്യൻ. നാഥൻ കൊടുത്ത ഉപദേശങ്ങൾ അത് ലോകത്തിന് ഉള്ളിടത്തോളം കാലം, ഭാരതഭൂമി ലോകത്തിൽ എത്ര കാലത്തോളം ഉണ്ടാവുമോ അത്ര കാലത്തോളം തന്നെ, ആ യുഗാന്തം, യുഗാവസാനം വരെ കൃഷ്ണൻ്റെ ഉപദേശം ഈ ഭൂമിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് കൊടുത്തത്. അത്ര ശ്രേഷ്ഠമാണ് ഗീതോപദേശം എന്ന് പറയുകയാണ്. ഗീതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്? ഭഗവാൻ ജീവിതത്തിൽ നടപ്പിലാക്കിയതാണ്. എന്താ ഭഗവാൻ പ്രധാനമായിട്ട് ഗീതയിലൂടെ പറഞ്ഞത്? നിങ്ങൾ കർമ്മങ്ങളൊക്കെ ചെയ്യൂ. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. പ്രവർത്തിക്കൂ, പ്രവർത്തിക്കാതിരിക്കരുത്. എല്ലാ കർമ്മങ്ങളും ചെയ്യൂ. ആ കർമ്മത്തിൻ്റെ ഫലത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാവരുത്? ഒട്ടലുണ്ടാവരുത്. കർമ്മം ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഫലം അനുകൂലമാവാം, പ്രതികൂലവുമാവാം. എല്ലാം വിചാരിച്ചതുപോലെ ആവണമെന്നൊന്നുമില്ല. വിചാരിച്ചതുപോലെ അല്ലാതെ വന്നാൽ ദുഃഖിക്കുകയും ചെയ്യേണ്ട, വിചാരിച്ചതുപോലെ വന്നാൽ അതിൽ അമിതമായി സന്തോഷിക്കുകയും വേണ്ട. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി നിർത്തി കർമ്മങ്ങൾ ചെയ്യൂ. കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, ഫലത്തിലല്ല. കർമ്മം നമ്മൾ വേണ്ടതുപോലെ ചെയ്യുക. ഈ ഒരു ഉപദേശം സ്വീകരിച്ച് എത്ര മഹാത്മാക്കളാണ് ഈ ഭാരതഭൂമിയിൽ പ്രവർത്തിച്ചത്. ലോകമാന്യ തിലകൻ, അതുപോലെ ഗാന്ധിജി, എത്ര യോഗ്യന്മാരാണ് ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചത്. ഇവരടുത്ത കാലത്തുണ്ടായ ആളുകളാണ്. ഇതിനു മുൻപും എത്രയോ മഹാത്മാക്കൾ. നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ അദ്ദേഹം പറയുന്നുണ്ട്, വളരെ പ്രസിദ്ധമായ കൃതിയാണല്ലോ. ഗീത ഉണ്ടായ കാലം മുതൽക്ക് ഈ ആധുനിക കാലം വരെ ഗീത പ്രവർത്തിച്ചും കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം. ഗീത ഉണ്ടായ കാലം മുതൽക്ക് ഈ കാലം വരെ ഗീത പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കുന്നു. ഇന്നും മഹാത്മാക്കൾക്ക് പ്രവർത്തന പ്രചോദനമായി വർത്തിച്ചും കൊണ്ടിരിക്കുന്നു. എത്രയോ ആളുകൾ ഇതിനു മുമ്പ് നമ്മുടെ തത്വചിന്തകന്മാരെയൊക്കെ എടുത്തു നോക്കൂ. അപ്പം അടുത്ത കാലത്തുണ്ടായവരെ പറയണ്ട, മധ്യകാലഘട്ടത്തിൽ സമർത്ഥ രാമദാസ്, അതുപോലെ സന്ത് ജ്ഞാനേശ്വർ, എഴുത്തച്ഛൻ, ഇവർക്കൊക്കെ പ്രവർത്തന പ്രചോദകമായ തത്വം എന്താണ്?
ഗീത തന്നെ, ഗീതയിലെ ആശയം തന്നെയാണ്. എഴുത്തച്ഛൻ എത്ര ഭംഗിയായിട്ടാണ് ഗീതയെ മഹാഭാരതത്തിൽ സംഗ്രഹിച്ചത്. ഇതുപോലെ വേറൊരാളും സംഗ്രഹിച്ചിട്ടില്ല. ഭീഷ്മപർവത്തിൽ കാണാം, ആദ്യ ഭാഗത്തും കാണാം, ഭഗവാൻ ഉപദേശിച്ച ആ ഗീത ഉപനിഷത് സാരമാകയാൽ ഉപനിഷത്തിൻ്റെ സാരമാകുന്നു, ഉപനിഷത്തിൻ്റെ താല്പര്യമാകുന്നു എന്ന് പറയാണ്. മധുമഥനനായ കൃഷ്ണൻ ഈ അർജുനനായി കൊടുത്ത ഉപദേശം ലോകത്തിലുള്ളവരെങ്ങനെ കാണുന്നു? മഹാത്മാക്കൾ ഗീതയെന്നു ചൊല്ലുന്നിതു നിർണയം, ഗീതയെന്ന് ചൊല്ലുന്നു. അതിൻ്റെ ആശയങ്ങളൊക്കെ ഉപനിഷത്താകയാലോതിനാർ ഗീതയെന്നാദരാൽ ജ്ഞാനികൾ. ഉപനിഷത്തുക്കളിൽ പറഞ്ഞതിൻ്റെ ആവർത്തനമായതുകൊണ്ട് ഗീതയെന്ന് ആരോധി, മഹാത്മാക്കൾ ഓതി. എഴുത്തച്ഛൻ്റെ ആശയങ്ങളിലൊക്കെ ഉപദേശങ്ങളിലൊക്കെ ഗീതയുടെ താല്പര്യങ്ങൾ കാണാൻ കഴിയും. എത്രയോ സ്ഥലങ്ങളിൽ, ഇപ്പം അധ്യാത്മരാമായണത്തിലെ ഉപദേശഭാഗങ്ങളിൽ, അതുപോലെ മഹാഭാരതം കിളിപ്പാട്ടിലെ പല പല സന്ദർഭങ്ങളിൽ ഗീതയിലെ ആശയങ്ങളാണ് എഴുത്തച്ഛൻ മുഴുവൻ സ്വീകരിച്ചത്. അതിനു മുമ്പ് സന്ത് ജ്ഞാനേശ്വർ, എത്ര യോഗ്യനാണ് അദ്ദേഹം, സമർത്ഥ രാമദാസ്, തുക്കാറാം, ഇവരുടെയൊക്കെ അഭംഗങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത് എന്താണ്? മഹാരാഷ്ട്രയിലത്തെ പ്രധാനപ്പെട്ടവരാണ്. അവരുടെയൊക്കെ ഉപദേശങ്ങളിൽ ഗീതയാണ് കാണാൻ സാധിക്കുന്നത്. അതിന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ രാമാനുജാചാര്യർ, അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ താല്പര്യം എന്താണ്? ഗീത തന്നെ, ഗീതയുടെ താല്പര്യമാണ് അദ്ദേഹം എടുത്തു കാണിച്ചത്. ശങ്കരാചാര്യസ്വാമികൾ ഗീതയ്ക്ക് അതിഗംഭീരമായ ഭാഷ്യം എഴുതി. പിന്നെ വിഷ്ണു പുരാണത്തിലും സ്കന്ദപുരാണത്തിലും അതുപോലെ ധാരാളം പുരാണങ്ങളിൽ, ഇപ്പോൾ ഭാഗവതത്തിലുമൊക്കെ ഗീതയ്ക്ക് സമാനമായ അനവധി ഉപദേശഭാഗങ്ങൾ കാണാൻ കഴിയും. അതായത് ഗീത ഉണ്ടായ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഈ ഗീത പ്രവർത്തിച്ചും കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അത് വളരെ സത്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ധാരാളം തത്വങ്ങൾ ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. കർമ്മയോഗം എന്താണെന്ന് ലോകത്തിൽ ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ ഓരോരോ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യ ഭാഗത്തന്നെ അമ്പാടിയിൽ ഭഗവാൻ ജീവിച്ചു. പശുക്കളെയൊക്കെ മേച്ചും കൊണ്ടാണ് നടന്നത്. ബാലന്മാരുടെ കൂടെ കളിച്ചും കൊണ്ടങ്ങനെ നടന്നു. ബാലഗോപാലനായും കൊണ്ടങ്ങനെ നടന്നു. എത്ര സുന്ദരമാണ്, ആലോചിച്ച് നോക്കൂ ആ ജീവിതം. ഒരു വ്യത്യാസവും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആ പശുപാലകന്മാരുടെ കൂടെ ജീവിച്ച് ഇടയവൃത്തി അനുഷ്ഠിച്ചും കൊണ്ടങ്ങനെ മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് അവർക്ക് ചെറിയ ചെറിയ കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയും ആധ്യാത്മിക തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഗോവർദ്ധനോദ്ധാരണ സമയത്ത് നിങ്ങൾ കേവലം പർവ്വതത്തെ പൂജിക്കുക, ഇന്ദ്രനെ മാത്രം പൂജിച്ചാൽ പോരാ, ഈ പ്രകൃതിയെ മുഴുവൻ പൂജിക്കണം. പർവ്വതങ്ങളെയും പശുക്കളെയും നദികളെയും ഒക്കെ ആദരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് വാസ്തവത്തിൽ യജ്ഞം. ശരിക്കും ഋഗ്വേദത്തിലൊക്കെ പറഞ്ഞ ആ യജ്ഞസങ്കല്പത്തിൻ്റെ താല്പര്യം ഭഗവാൻ വളരെ കൃത്യമായി ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അതല്ലേ ഋഗ്വേദത്തിൽ പറയുന്നത്? മധുവാതാറുതായതേ മധുക്ഷരന്തി സിന്ധവ മാധീർണസന്തോഷധീ. ഓഷധികളും വനസ്പതികളും നദികളും ഒക്കെ ഞങ്ങൾക്ക് തേൻ നൽകുന്നതാവട്ടെ, അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായി തീരട്ടെ. അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ, അനുഗ്രഹം ചൊരിഞ്ഞും കൊണ്ടിരിക്കട്ടെ. മാതാ പൃഥിവീ പുത്രോഹം പൃഥിവ്യാം. അമ്മ ഞങ്ങൾക്ക് ആരാണ്? ഈ ഭൂമി തന്നെയാണ്. ഞങ്ങളൊക്കെ ആരാണ്? അമ്മയുടെ മക്കളാണ്. അപ്പോൾ പ്രകൃതിയോട് ബന്ധപ്പെട്ട് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, യഥാർത്ഥ യജ്ഞം അതാണ് എന്ന തത്വം ഭഗവാൻ വൃന്ദാവനവാസികൾക്ക് ഉപദേശിച്ചു കൊടുത്തു. അതാണ് ഗോവർദ്ധനം എന്ന് പറഞ്ഞ അർത്ഥം. ഗോ പറഞ്ഞ എന്താ അർത്ഥം? അറിവ്, ജ്ഞാനം എന്നാണ് അർത്ഥം. ജ്ഞാനം എന്ന് അർത്ഥമുണ്ട്, പശുക്കൾ എന്നർത്ഥമുണ്ട്, ഇങ്ങനെ പല അർത്ഥമുണ്ട്. ഈ ഗോവർദ്ധന പർവ്വതം പൊക്കി എന്നാണ് പറയുക. എന്താ ഈ ഗോവർദ്ധനം? ജ്ഞാനമാകുന്ന പർവ്വതത്തെ ഭഗവാൻ എടുത്തുയർത്തി. അവിടെ മധുരയിൽ ഇന്ന് കാണുന്ന ആ പർവ്വതത്തിൽ ഇരുന്നു കൊണ്ടാണ് ഭഗവാൻ ഈ തത്വങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തത്. അതെടുത്തുയർത്തി അവരെ സംരക്ഷിക്കുകയും ചെയ്തു, മഴയിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ചെയ്തു. അവിടെ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു കൃഷ്ണൻ. അതാണ് ഗോവർദ്ധനം, ഗോവർദ്ധനോദ്ധാരണം. അതൊരു വലിയൊരു ആധ്യാത്മിക തത്വങ്ങളെ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ആ സന്ദർഭത്തിലൂടെ ചെയ്തത്. അതിനുശേഷം ഭഗവാൻ തന്നെ ഭക്തിയോടുകൂടി വിചാരിച്ച ഗോപസ്ത്രീകൾക്കൊക്കെ തന്നെ തത്വോപദേശങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രാസക്രീഡയിലൂടെ തത്വോപദേശങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഈ കാണുന്ന സർവവും എന്താണ്? ഈശ്വരൻ തന്നെയാണ്. അഹം ഹി സർവഭൂതാനാം ആതിരന്തോന്തരം ബഹി ഭൗതികാനാം യഥാഖം വാർഭൂർവായു ജ്യോതിരംഗനാഹ. അഹം ഹി സർവഭൂതാനാം, ഞാൻ തന്നെയാണ് സർവഭൂതാനാം, സർവചരാചരങ്ങളുടെയും ആദിയും അന്തവും മധ്യവും എല്ലാം ഞാൻ തന്നെയാണ്. ഈ തത്വങ്ങളൊക്കെ ഗോപസ്ത്രീകൾക്ക് മനസ്സിലായി. അവർ വേറൊരു സന്ദർഭത്തിൽ ഭഗവാനോട് പറയുന്നുണ്ട്, ആഹുശ്ചതേ നളിനനാഭപദാരവിന്ദം
യോഗീശ്വരേർഹൃതി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം ഗേഹം ജുഷാമപി മനസ്യുതിയാൽ സദാനാ ആഹുശ്ചതേ നളിനനാഭ. അല്ലയോ താമരക്കണ്ണ, അല്ലെങ്കിൽ താമരയുടെ നാഭിയാണ്. ഭഗവാൻ നാഭിയിൽ നിന്നൊരു താമര ഉണ്ടായിട്ടുണ്ട്. ആ താമരയിലാണ് ആരിയ്ക്കുന്നത്? ബ്രഹ്മാവ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ വിളിച്ചത്, ആ അർത്ഥത്തിലാണ് വിളിച്ചത്. വിഷ്ണു ഭഗവാന്റെ പ്രതീകമായിട്ടാണ് ഭഗവാനെ കണ്ടു പറഞ്ഞത്. അങ്ങയുടെ പാതാരവിന്ദം എങ്ങനെയുള്ളതാണ്? യോഗീശ്വരേർഹൃതി വിചിന്യം, യോഗിമാരാൽ ആരാധിക്കപ്പെടുന്ന പാദങ്ങളാണ്. എങ്ങനെയുള്ള യോഗിമാരാൽ? അഗാധബോധൈ യോഗീശ്വരൈ, ആഴത്തിൽ ചിന്തിക്കുന്ന യോഗിമാരാൽ ആരാധിക്കപ്പെടുന്ന പാദമൂലമാണ്. നിങ്ങൾ ആദ്യം അങ്ങയെ ഒരു കാമുക ഭാവത്തിലാണ് കണ്ടത്. പക്ഷെ ഇപ്പം മനസ്സിലായി അങ്ങ് സത്യസ്വരൂപമാണ്, ഈശ്വരനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ പതുക്കെ പതുക്കെ തന്നെ കാമുക ഭാവത്തിൽ കണ്ട ഗോപസ്ത്രീകൾക്ക് പോലും ആധ്യാത്മികമായ ആ തത്വത്തിലേക്ക് യോഗി നാരായണത്തിൽ പറയുന്നില്ലേ, യോഗികൾക്ക് പോലും കിട്ടാത്ത ആ അചിന്ത്യമായ ആ സത്യത്തെ ഈ ഗോപസ്ത്രീകൾക്ക് പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവർ പിന്നെ കാമുക ഭാവത്തിലൊന്നല്ല പിന്നെ കണ്ടത്, സർവേശ്വരനായി പരബ്രഹ്മമായി പരമാത്മാവായിട്ട് കൃഷ്ണനെ കാണാൻ, ലോകത്തെ മുഴുവൻ കാണാൻ അവർക്ക് സാധിച്ചു. അതാണ് കൃഷ്ണൻ ആ സാധാരണക്കാരായ തേനാധീത ശ്രുതിഗണാഹ നോപാസിത മഹത്തമാഹ, വലിയ വിവരമുള്ളവരൊന്നല്ല, വേദശാസ്ത്രങ്ങളൊന്നും പഠിച്ചവരൊന്നും ആയിരുന്നില്ല ഈ ഗോപസ്ത്രീകൾ. പക്ഷെ അവർക്ക് പോലും തത്വം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഭഗവാൻ ശ്രമിച്ചു, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ, ബ്രഹ്മാവും ശിവനും പോലും ആരെ ബഹുമാനിക്കുന്നു? ഗോപസ്ത്രീകളെ കണ്ടാൽ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് അവരെ ഉയർത്തി. അതിനുശേഷം പിന്നെ കംസവധാണ് പിന്നെ പ്രധാനപ്പെട്ട പ്രവൃത്തി. കംസൻ, അതുപോലെ വസുദേവർ, ദേവകി, ഇവരൊക്കെ ആരാണ്? ഒരേ വംശത്തിൽപ്പെട്ടവരാണ്, ഒരേ ഗോത്രത്തിൽപ്പെട്ടവരാണ്, യാദവ വംശത്തിൽപ്പെട്ടവരാണ്. യാദവ വംശത്തിൽ പല ഉപവിഭാഗങ്ങളുണ്ട്. വൃഷ്ണികൾ, അന്ധകന്മാർ മുതലായ പല വിഭാഗങ്ങളുമുണ്ട്. അവർ ശരിക്കും എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത്? വളരെ ഭംഗിയായിട്ട് അവരുടെ ജനാധിപത്യ രീതിയിൽ ജീവിച്ചിരുന്ന പഴയ ഒരു റിപ്പബ്ലിക്കായിരുന്നു. വൃഷ്ണി എന്നുള്ളത് റിപ്പബ്ലിക്കായിരുന്നു, പ്രാചീന ഭാരതത്തിലെ ഒരു ഗണരാജ്യമായിരുന്നു. ആ ഗണരാജ്യത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയാണെങ്കിൽ ഏറ്റവും മഹാത്മാക്കളായ ആളുകളെ, നല്ല ആളുകളെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ സമ്പ്രദായം ആദ്യം ആരംഭിച്ചത് എവിടെയാണ്? ഭാരതത്തിൽ തന്നെയാണ്, ഗ്രീസിലൊന്നുമല്ല. നമ്മുടെ ചരിത്രകാരന്മാർ തന്നെ ഈ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഗണരാജ്യമായിരുന്നു ഈ വൃഷ്ണികളൊക്കെ. അവരിൽ കംസൻ എന്ത് ചെയ്തു? മറ്റുള്ളവരൊക്കെ ദ്രോഹിച്ച് അധികാരം സമ്പാദിച്ചു. അങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. ആസുരികമായ സ്വഭാവമായി മാറി കംസന്. വസുദേവരെ ജയിലിലടച്ചു. അതുപോലെ നന്ദഗോപര്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരൊക്കെ അദ്ദേഹം ജയിലിലാക്കുകയുണ്ടായത്, കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെ അക്രൂരരെ, സാത്വികിയെ, ഒരാളെപ്പോലും അഭിപ്രായം പറയാൻ സമ്മതിക്കാതെ സ്വന്തം അച്ഛനായ ഉഗ്രസേനനെ പോലും ജയിലടച്ചു. അങ്ങനെയുള്ള ആ വൃഷ്ണി വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ മർദ്ദിച്ച് അവശരാക്കി ഭരണം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കംസനെ കൃഷ്ണൻ എന്ത് ചെയ്തു? 11ാമത്തെ വയസ്സിൽ തന്നെ വധിച്ച് വൃഷ്ണികൾക്കുണ്ടായിരുന്ന പാരതന്ത്ര്യം മുഴുവൻ ഭഗവാൻ നീക്കിക്കൊടുത്തു. അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഭഗവാൻ ഈ കാര്യം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ജ്ഞാതികാര്യം മയാ കൃതം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് കംസനെ വധിച്ചത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. ജ്ഞാതികാര്യം മയാ കൃതം, എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ വൃഷ്ണികൾക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. വൃഷ്ണികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ റിപ്പബ്ലിക് സമ്പ്രദായത്തിൽ ജീവിക്കുന്നവരായിരുന്നു. ഇവർ മാത്രമല്ല, വൃഷ്ണികളുണ്ട്, കുറേ വിഭാഗങ്ങളുണ്ട്, അന്ധകന്മാരുണ്ട്, ധാരാളം റിപ്പബ്ലിക്കുകൾ ഉണ്ടായിരുന്നു പ്രാചീന ഭാരതത്തിൽ. ശിബികൾ ഉണ്ടായിരുന്നു, ശിബി ചക്രവർത്തി, ശൈബ്യന്മാർ എന്ന് അവരൊക്കെ പറയുക. അതൊക്കെ പ്രധാനപ്പെട്ട ഗണരാജ്യങ്ങളായിരുന്നു നമ്മുടെ പ്രാചീന ഭാരതത്തിലുള്ള. ഈ വിഷയങ്ങളൊക്കെ ചരിത്രകാരന്മാരൊക്കെ ചിന്തിച്ച വിഷയങ്ങളാണ്. ഹിന്ദു പോളിറ്റി മുതലായ പുസ്തകങ്ങളിലൊക്കെ ഈ കാര്യം കാണാൻ കഴിയും. R.C. മജുംദാറിൻ്റെ പുസ്തകത്തിലുണ്ട് എത്ര ഗണരാജ്യങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ. അപ്പോൾ അടുത്ത കാലത്തും ധാരാളം ഗ്രന്ഥങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. ധാരാളം പഠനങ്ങൾ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ സാധിക്കും. പല പണ്ഡിതന്മാരുടെയും പഠനങ്ങൾ കാണാൻ കഴിയും. അവിടെയൊക്കെ ഈ വൃഷ്ണികൾ ഗണരാജ്യമാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. വൃഷ്ണികളെക്കുറിച്ച് അഷ്ടാധ്യായി, സംസ്കൃതത്തിലെ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അഷ്ടാധ്യായി പാണിനി എന്നാണ് പറയുക. പ്രാചീന ഭാരതത്തിലെ സംവിധാനങ്ങളൊക്കെ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ
നമുക്ക് കൃത്യമായി സഹായിക്കുന്ന ഒരു പുസ്തകമാണ് പാണിനീയം. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അപ്പോൾ അതിലൊക്കെ ഈ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉഗ്രസേനനെ രാജാവാക്കി നിശ്ചയിച്ചു. ഉദ്ധവർ വളരെ കേമനാണ്, അദ്ദേഹത്തെ പ്രധാന മന്ത്രിയാക്കി നിശ്ചയിച്ചു. സാത്വികി വളരെ കേമനായ ഒരു ശക്തനായ ഒരു നേതാവാണ്, അദ്ദേഹത്തെ സർവ്വസൈന്യാധിപനാക്കി ഭഗവാൻ തന്നെ നിശ്ചയിച്ചു. അങ്ങനെ നല്ലൊരു സമ്പ്രദായത്തിലുള്ള ഭരണം മധുരയിൽ ഭഗവാൻ കാഴ്ചവെച്ചു. ഈ സമയത്താണ് ബീഹാറിലാണ് മഗധ. ആ മഗധയിലെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു ആര്? ജരാസന്ധൻ. അദ്ദേഹത്തിനൊരു കുഴപ്പം എന്താണെങ്കിൽ ഭരണാധികാരികളെ മുഴുവൻ പിടിച്ച് ജയിലടക്കുക. ആ കാലത്തുള്ള ഭരണാധികാരികളെ മുഴുവൻ പിടിച്ച് ജയിലടക്കുക, അവരെയൊക്കെ കൊന്ന് ബലി കൊടുക്കുക. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു വിനോദം. മഹാദുഷ്ടനാണ് ഈ ജരാസന്ധൻ. അദ്ദേഹം 17 തവണ മധുരയെ ആക്രമിക്കാനായി വന്നു. 17 പ്രാവശ്യവും ഭഗവാൻ തോൽപ്പിച്ചു വിട്ടു. കൊന്നില്ല. ഭീമനെ കൊണ്ട് കൊല്ലിക്കുക എന്ന് ഭഗവാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം എന്താ വെച്ചാൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദുഷ്ടന്മാരെയും അവിടുന്ന് ഇവിടുന്നൊക്കെ കൂട്ടിക്കൊണ്ടുവരും, വീണ്ടും യുദ്ധത്തിനായിട്ട് വരും. അപ്പം ഭഗവാൻ ബലരാമനോട് പറയുന്നുണ്ട്, നമുക്ക് മധുരയെ തന്നെ ഇരുന്നും കൊണ്ട് ഇത്തരം അധർമ്മികളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും, നമ്മുടെ അവതാരോദ്ദേശം സഫലമാക്കാൻ കഴിയുമെന്ന് ഭാഗവതത്തിൽ കാണാം. അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും 17 പ്രാവശ്യവും ഈ ജരാസന്ധനെ തോൽപ്പിച്ചു വിട്ടു. 18ാമത് അദ്ദേഹം യവനന്മാരെയും കൂടി കൂട്ടിയിട്ടാണ് വന്നത്. യവനന്മാർ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തുള്ളവരാണ് യവനന്മാർ. അതായത് ഗ്രീക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗ്രീക്കാണെന്ന് അത്ര ഉറപ്പൊന്നുമില്ല. ചിലർ ഗ്രീക്കുകാരാണെന്നൊക്കെ പറയാറുണ്ട്. ഗ്രീക്കുകാരെയാണോ യവനന്മാർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, ഗ്രീക്കുകാർ തന്നെയാണോ യവനന്മാർ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആവാം, ആവാതിരിക്കാം. പലർക്കും പല അഭിപ്രായങ്ങളുമാണ്. പടിഞ്ഞാറേ ഭാരതത്തിലുള്ള ഒരു ജനപദമാണ് യവനന്മാർ എന്നാണ് പൊതുവായുള്ള ഒരു അഭിപ്രായം. അവിടെ ഉള്ളവരെ കൂടി കൂട്ടിക്കൊണ്ടുവന്നു, വലിയ യുദ്ധം നടത്തി. ഈ സമയത്ത് തൻ്റെ ബന്ധുക്കളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ നേരെ ദ്വാരകയിലേക്ക് മാറി താമസിച്ചു. ദ്വാരക കുശസ്ഥലി എന്ന് പറഞ്ഞൊരു ദ്വീപാണ്. ഇന്നത്തെ ഗുജറാത്തിലാണ് ഈ ദ്വാരക വരുന്നത്. കുശസ്ഥലി എന്ന് പറഞ്ഞൊരു ദ്വീപ്. ആ ദ്വീപിൽ അതിഗംഭീരമായ ഒരു നഗരം നിർമ്മിച്ചു. പിന്നീട് കൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആ കടൽ വന്നിട്ട് ആ സ്ഥലം കൈയടക്കുകയാണ്. ഒരു സുനാമി അടിച്ചിട്ട് ആ സ്ഥലം മുഴുവൻ വെള്ളത്തിലാവുക ഉണ്ടായത്. ആ വിഷയങ്ങളൊക്കെ SR റാവു വളരെ പ്രസിദ്ധനായ ആർക്കിയോളജിസ്റ്റാണ്. അദ്ദേഹം അതൊക്കെ ആ താണുപോയ കടലിൽ താണുപോയ നഗരങ്ങളൊക്കെ അദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട്. അതൊക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് നെറ്റിലൊക്കെ കിട്ടാനുണ്ട്. എത്രയോ 2000 BCE വരെ പഴക്കമുള്ള വലിയൊരു നഗരം അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അതുതന്നെയാണ് കൃഷ്ണൻ്റെ നഗരം. SR റാവു കൃത്യമായി പറയുന്നുണ്ട്. മറൈൻ ആർക്കിയോളജിയുടെ പിതാവാണ് SR റാവു. അദ്ദേഹം കൃത്യമായി പറയും, ഇവിടെയാണ് കൃഷ്ണൻ ഉണ്ടായത്, ഇത് തന്നെയാണ് കൃഷ്ണൻ്റെ സ്ഥലം എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് മഹാഭാരതം വെച്ച് നോക്കിയാലും നമുക്ക് അവിടെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. കുശസ്ഥലിയിൽ ഭഗവാൻ ദ്വാരക എന്ന് പറഞ്ഞ നഗരം നിർമ്മിച്ചു. തൻ്റെ ബന്ധുക്കളൊക്കെ എന്ത് ചെയ്തു? ആ ഭാഗത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. ദ്വാരക, അതുപോലെ ശംഖോദ്ധാരം, അതുപോലെ പ്രഭാസം, ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഗുജറാത്തിൻ്റെ തീരത്തുള്ള സ്ഥലങ്ങളാണ്. ലോത്തൽ, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ വലിയ നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. കൃഷ്ണനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അതൊക്കെ. മാത്രമല്ല അവിടെ നിന്നൊക്കെ ധാരാളം യാഗയജ്ഞവുമായി ബന്ധപ്പെട്ട യജ്ഞകുണ്ഡങ്ങളുടെ അവശിഷ്ടങ്ങളും കിട്ടിയിട്ടുണ്ട്. സംശയമൊന്നുമില്ല, വൈദിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ധാരാളം പുരാതത്വ തെളിവുകൾ ആ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണൻ്റെ സ്ഥലം തന്നെയാണ് അതൊക്കെ. അവിടേക്ക് മാറി താമസിച്ചു. പിന്നീട് അവിടെ വെച്ച് കൃഷ്ണൻ രുക്മിണിയെ വിവാഹം കഴിച്ചു, സത്യഭാമയെ വിവാഹം കഴിച്ചു. 8 വിവാഹമാണ് ഭഗവാൻ കഴിച്ചത്. പിന്നെ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന 16,000-ഓളം പെൺകുട്ടികളെ ഭഗവാൻ മോചിപ്പിച്ചു. അവരുടെയൊക്കെ രക്ഷകനായി മാറി, സംരക്ഷണം ഏറ്റെടുത്തു. അത്രയേ ഉള്ളൂ. വിവാഹം കഴിച്ചു എന്നങ്ങനെ കൃത്യമായി മനസ്സിലാക്കണ്ട. അവരൊക്കെ ഭഗവാൻ രക്ഷിച്ചു. എന്താ കാരണം? അവരൊക്കെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നരകാസുരൻ അവരൊക്കെ തടവിലാക്കിയതായിരുന്നു. അവരെ വിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നാളെ ആൾക്കാരൊക്കെ പറയും, ഇവർ നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കിടന്നവരാണ്, മോശപ്പെട്ട സ്ത്രീകളാണെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞൊരു സമൂഹം അവരെ നശിപ്പിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ തീർത്തും അനാഥകളായി കിടന്ന ആ സ്ത്രീകളെ മുഴുവൻ ഭഗവാൻ എന്ത് ചെയ്തു? സനാഥകളാക്കി തീർത്തു. ഇതൊക്കെ ആർക്കാ സാധിക്കുക? കൃഷ്ണനല്ലാതെ. കഷ്ടപ്പെടുന്നവരെ, കരയുന്ന സ്ത്രീകളെ സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കൃഷ്ണനല്ലാതെ വേറൊരു നേതാവിനും സാധിച്ചിട്ടില്ല. ഇങ്ങനെ കൃഷ്ണൻ ചെയ്തതുപോലെ എത്ര സ്ത്രീകളുടെ അനുഗ്രഹ ഭഗവാന് കിട്ടിയത്. നരകാസുരൻ്റെ കൊട്ടാരത്തിൽ കിടന്ന എല്ലാ സ്ത്രീകൾക്കും അവർ ജയിലിലടച്ചതാണ്. അവരുടെയൊക്കെ വിഷമം ഭഗവാൻ പരിഹരിച്ചു കൊടുത്തു. ഓരോരുത്തർക്കും ജീവിക്കാനുള്ള സൗകര്യം ഭഗവാൻ ചെയ്തു കൊടുത്തു.
അലോകസാമാന്യമചിന്യഹേതുകം ദിഷന്തി മന്ദാഹ ചരിതം മഹാത്മനാ. അലോകസാമാന്യമചിന്യഹേതുകം കാളിദാസൻ പറയുന്നുണ്ട്. സാധാരണ ലോകത്തിലുള്ളവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ഭുതങ്ങളായ കർമ്മങ്ങളാണ്, സാധാരണക്കാരായ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് മഹാത്മാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്നാൽ പോലും വിവരമില്ലാത്തവരെന്ത് ചെയ്യുന്നു? മഹാത്മാക്കളുടെ പ്രവർത്തനത്തെ നിന്ദിക്കുന്നു എന്നാണ്. എന്താണ് ഇതിൻ്റെ താല്പര്യം എന്ന് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. കൃഷ്ണൻ കുറേ കല്യാണം കഴിച്ചില്ല എന്നാണ് ചോദിക്കുക. എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടായ കാര്യം? എത്രയോ സ്ത്രീകൾ അവിടെ അനാഥകളായി കിടക്കുകയാണ്. അവരെ മോചിപ്പിച്ച് അവരുടെയൊക്കെ സംരക്ഷണം ഭഗവാൻ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. പതി ആയി തീരുകയാണ് ഉണ്ടായത്. പതി ചന്തർത്ഥം പാതി ഇതി പതി, രക്ഷിക്കുന്നവനാരോ അവനാണ് പതി. ഇവരുടെയൊക്കെ സംരക്ഷകനായി തീർന്നു ഭഗവാൻ. ആർക്കാ കഴിയുക? നമുക്കാർക്കും സാധിക്കുമോ ഇങ്ങനെ രക്ഷിക്കാൻ? വേറെ അനവധി ആളുകളെയൊക്കെ രക്ഷിക്കാൻ ആർക്ക് കഴിയാനാ? കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കാൻ ഭഗവാനിനെ സാധിക്കുള്ളൂ. കൃഷ്ണൻ ചെയ്തതുപോലെ കൃഷ്ണന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, വേറെ ഒരാൾക്കും സാധ്യമല്ല. അതിനുശേഷം പിന്നീട് അവിടെ പാണ്ഡവന്മാരായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വേറൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആദ്യം പാണ്ഡവന്മാരെ ഭഗവാൻ അവർ കുറേ ദൂരെ നിന്നൊക്കെയാണ് അവരുണ്ടായത്, ഹിമാലയത്തിൽ നിന്നൊക്കെയാണ് അവർ ജനിച്ചത്. അവരിങ്ങോട്ട് വന്നു, അവർക്കൊരു രാജ്യമൊക്കെ കൊടുത്തു ധൃതരാഷ്ട്രർ. അവിടെ വെച്ച് രാജസൂയയാഗം നടത്തി. അങ്ങനെ യുധിഷ്ഠിരൻ ചക്രവർത്തിയായി മാറി. ചക്രവർത്തിയായി അതിൻ്റെ പിന്നിലും ഭഗവാനാണ് പ്രവർത്തിച്ചത്. യുധിഷ്ഠിരനെ ചക്രവർത്തിയാക്കി യാഗത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ ചെയ്തു കൊടുത്തു. പിന്നീട് ദുര്യോധനൻ അതിൻ്റെ പേരിൽ വല്ലാത്തൊരു ദേഷ്യം, അസഹിഷ്ണുത വർദ്ധിച്ചു. അങ്ങനെ ശകുനിയെ മുൻനിർത്തി കള്ളച്ചൂത് കളിച്ച് യുധിഷ്ഠിരനെ പരാജയപ്പെടുത്തി. അങ്ങനെ 12 കൊല്ലം വനവാസം, 1 കൊല്ലം അജ്ഞാതവാസം ഇത് പാണ്ഡവന്മാർക്ക് എടുക്കേണ്ടി വന്നു. അങ്ങനെ 12 കൊല്ലം വനവാസവും 1 കൊല്ലം അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എന്താണ് ചൂതിൽ പറഞ്ഞ നിയമം? ആ രാജ്യം തിരിച്ചേൽപ്പിക്കുക എന്നാണ് ചൂതിൽ പറഞ്ഞ നിയമം. പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് തന്നെ കൊടുക്കാം എന്നുള്ളതാണ് നിയമം. യുധിഷ്ഠിരനാവട്ടെ ആദ്യം തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര കൊല്ലം കാത്തു നിൽക്കുന്നു വേണ്ട, അദ്ദേഹം തരില്ല, വാക്ക് പാലിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യുധിഷ്ഠിരൻ വാക്ക് പാലിക്കുകയാണ് ഏറ്റവും പ്രധാനം. ദ്രൗപദിയൊക്കെ പറയുന്നുണ്ട് വാക്ക് പാലിക്കരുത് എന്ന് പറയുന്നുണ്ട്. അതൊന്നും കേട്ടില്ല യുധിഷ്ഠിരൻ. നമ്മൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും മാർഗത്തിൽ തന്നെ പോകണം. 12 കൊല്ലം വനവാസം, അത് കഴിഞ്ഞൊരു കൊല്ലം അജ്ഞാതവാസം, ഇത് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എന്ത് ചെയ്യാം? പകുതി രാജ്യം തന്നില്ലെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാം. അതാണ് യുധിഷ്ഠിരൻ്റെ സമ്പ്രദായം. അപ്പോഴേ ഞാൻ ക്ഷത്രധർമ്മം സ്വീകരിക്കുള്ളൂ, അത് വരാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ കാത്തിരുന്നു. 12 കൊല്ലം വനവാസം കഴിഞ്ഞു, 1 കൊല്ലം അജ്ഞാതവാസം കഴിഞ്ഞു. അതിനുശേഷം തിരിച്ച് പാണ്ഡവന്മാർക്ക് കൊടുക്കേണ്ട ആ പകുതി രാജ്യം കൊടുക്കാൻ ആര് തയ്യാറായില്ല? ദുര്യോധനൻ തയ്യാറായില്ല. ഈ സമയത്ത് ശ്രീകൃഷ്ണൻ ഇടപെടുന്നുണ്ട്. യുദ്ധം ചെയ്യാതിരിക്കാൻ ആണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദൂതനായിട്ട് കൃഷ്ണൻ വന്നു. പാണ്ഡവന്മാരെ ദൂതനായി കൃഷ്ണൻ എങ്ങോട്ട് വന്നു? കൗരവ സഭയിലേക്ക് വന്നു. ആദ്യം തന്നെ എന്ത് ചെയ്തു? അവിടുത്തെ രാജാവാരാ? ദുര്യോധനനല്ലല്ലോ, അച്ഛനായ ധൃതരാഷ്ട്രരാണ് രാജാവ്. ധൃതരാഷ്ട്രരോട് കൃഷ്ണൻ പറയുന്ന, രാജാവായ ധൃതരാഷ്ട്രരോട് പറയുന്ന അതിഗംഭീരമായ ഒരു ഭാഗം, കൃഷ്ണൻ്റെ ഉപദേശ ഭാഗം മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ 95-ാമത്തെ ഭാഗത്ത് കാണാൻ കഴിയും. ഒരു നയതന്ത്രജ്ഞൻ എങ്ങനെ വേണം, അതാണ് കൃഷ്ണൻ്റെ ആ ഓരോരോ വാക്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്ര കൃഷ്ണനെപ്പോലെ ഇതുപോലൊരു നയതന്ത്രജ്ഞൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഭാരതീയർ ഒരു കാലത്ത് നയതന്ത്രജ്ഞന്മാരായി കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെയൊക്കെ വലിയ സുരക്ഷാ ബോർഡിലും എനിക്ക് എത്തുമല്ലോ, ഉപദേഷ്ടാക്കളായിട്ടൊക്കെ മാറുമല്ലോ. ആരെങ്കിലും ആവുകയാണെങ്കിൽ കൃഷ്ണൻ്റെ ഈ ഒരു ഉപദേശ ഭാഗമാണ് ആദ്യം വായിക്കേണ്ടത്. എങ്ങനെ വേണം ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം, ഇതാണ് കൃഷ്ണൻ അവിടെ പറയുന്നത് 95-ാമത്തെ അധ്യായത്തിൽ. ആദ്യം തന്നെ പറഞ്ഞു, കുരൂണാം പാണ്ഡവാനാം ച ശമസ്യാതിഥി ഭാരത അപ്രണാശേന വീരാണാം ഏതത് യാചിതുമാഗത. അല്ലയോ രാജാവേ, ഞാൻ വന്നത് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള ആ യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി, ശമസ്യ അതിഥി ഭാരത, ശമം ഉണ്ടാവാൻ വേണ്ടി, ശമം എന്ന് പറഞ്ഞാൽ ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ആ ശാന്തിക്ക് വേണ്ടി ഏതത് യാചിതുമാഗത, ശാന്തിക്ക് യാചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. യുദ്ധം ഉണ്ടാവാനല്ല, യുദ്ധമില്ലാതിരിക്കാൻ, ശാന്തി ഉണ്ടാവാൻ വേണ്ട ഉപദേശങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്, അതിനു വേണ്ട മാർഗങ്ങൾ ബോധ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. ശാന്തി യാചിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. എങ്ങനെയുണ്ട് ഗാന്ധാരി അവസാനം പറഞ്ഞത്? എങ്ങനെയുണ്ട്? കൃഷ്ണനാണ് ഈ യുദ്ധം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുക? കൃഷ്ണനല്ല യുദ്ധം ഉണ്ടാക്കിയത്. കൃഷ്ണൻ ആദ്യം തന്നെ ഉദ്യോഗപർവത്തിൽ യുദ്ധം ഉണ്ടായാൽ ഉണ്ടാകുന്ന എല്ലാ ഭവിഷ്യത്തുക്കളും പറയുന്നുണ്ട്.
തുടക്കത്തിൽ കൗരവന്മാരുടെ ആ വംശത്തെ മുഴുവൻ പ്രകീർത്തിച്ചു. കൃപാനുകമ്പ കാരുണ്യം ആനൃശംസ്യം ച ഭാരത തഥാർജവം ക്ഷമാ സത്യം കുരുഷ്വേ തൽവിശിഷ്യത്തെ. കൃപ, അനുകമ്പ, കാരുണ്യം, അതുപോലെ ക്ഷമ, ആർജവം, ഉള്ളതുപോലെ പറയാനുള്ള കരുത്ത്, സത്യം, ഇതൊക്കെ കൗരവന്മാർക്ക് അല്ലെങ്കിൽ ഭരതവംശീയർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പാണ്ഡവന്മാരെയും കൂടി നിങ്ങൾ കൂട്ടി പകുതി രാജ്യം അവർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 100 ആൾ അങ്ങയുടെ മക്കളും 5 പാണ്ഡവന്മാരും കൂടി കൂടിക്കഴിഞ്ഞാൽ 105 ആളുകളായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. 105 ആളായിട്ടുണ്ട്. നിങ്ങളങ്ങനെ വിഘടിക്കരുത്. ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളെ പോലെ ആരെങ്കിലും ലോകത്തിലുണ്ടോ? അവിടെ ചോദിക്കുകയാണ്, എത്ര ഭീഷ്മശ്ച ദ്രോണശ്ച കൃപ കർണോ വിവിംശതി. കർണോ വിവിംശതി സംയുഗേ വൈ മഹാരാജ ദൃശ്യത്തെ. കർണൻ, അതുപോലെ ഭീഷ്മര്, ദ്രോണര്, അർജുനൻ, അതുപോലെ യുധിഷ്ഠിരൻ, ഭീമൻ, അങ്ങയുടെ മകനായ ദുര്യോധനൻ, ഇവരെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഐക്യത്തോടു കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ആ ശക്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വിഘടിക്കരുത് ഒരിക്കലും. സംയുഗേ വൈ മഹാരാജ ദൃശ്യത്തെ സുമഹാനിക്ഷയ. യുദ്ധം ഉണ്ടായാൽ എന്താ സംഭവിക്കുക? സംയുഗേ വൈ മഹാരാജ ദൃശ്യത്തെ സുമഹാനിക്ഷയ. വളരെ വലിയൊരു ക്ഷയം ഉണ്ടാവും. ക്ഷയം ഉണ്ടായാലോ ആർക്കും ഒരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. എനിക്ക് കാണാൻ ഇഷ്ടമല്ല. ന പശ്യേമ കുരുൻ സർവാൻ പാണ്ഡവാൻ ചൈവ സംയുഗേ ക്ഷീണാനുഭയതശൂരാൻ രഥിനോ രഥിഭിർഹതാൻ. എനിക്കൊരിക്കലും ഇഷ്ടമല്ല കുരുക്കന്മാരും അതുപോലെ പാണ്ഡവന്മാരും തമ്മിൽ യുദ്ധം നടന്ന് അർജുനനും കർണനും അതുപോലെ ദുര്യോധനനും ദുശാസനനും ഭീഷ്മരും അതുപോലെ കൗരവന്മാരുടെ ഭാഗത്തുള്ളവരെ പോലെ തന്നെ പാണ്ഡവന്മാരുടെ ഭാഗത്തുള്ളവരൊക്കെ യുദ്ധം ചെയ്ത് പടവെട്ടി ഭൂമിയിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കാണാൻ അല്ലെങ്കിൽ ക്ഷീണിച്ച് കിടക്കുന്നത് കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? യുദ്ധത്തിലേക്ക് എത്തിക്കാനാണോ ശ്രമിക്കേണ്ടത്? പകുതി രാജ്യം കൊടുത്താൽ യുദ്ധം ഉണ്ടാവില്ല. അവർക്ക് അർഹതപ്പെട്ട ആ രാജ്യം കൊടുക്കൂ. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? പിത്ര്യം തേഭ്യപ്രദായാംശം പാണ്ഡവേഭ്യോ യഥോചിതം. അവർക്ക് അവകാശപ്പെട്ട ആ രാജ്യം പ്രദായ അംശം മുഴുവൻ കൊടുക്കണ്ട. ആദ്യം എത്ര ഉണ്ടായിരുന്നു ആ പകുതി അത് മാത്രം കൊടുത്താൽ മതി. അത് കൊടുക്കൂ. പാണ്ഡവേഭ്യോ യഥോചിതം, യഥോചിതമായിട്ട് കൊടുക്കൂ. യുദ്ധം ഉണ്ടായാൽ ഉണ്ടാവുന്ന ആ ഭവിഷ്യത്തുകളെ കുറിച്ചൊക്കെ ഞാൻ 4-5 ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിലെ 95-ാമത്തെ അധ്യായത്തിലാണ് കൃഷ്ണൻ അവിടെ പോയിട്ട് സഭയിൽ പോയിട്ട് പറയുന്ന ഭാഗം വരുന്നത്. ഓരോരോ ശ്ലോകവും അതിഗംഭീരമാണ്. ഒരു ശ്ലോകം പോലും അപ്രസക്തമല്ല. എല്ലാ ശ്ലോകവും പ്രധാനപ്പെട്ടതാണ്. ആ ഭാഗത്താണ് ഭഗവാൻ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത്. അവസാനം എന്തായി? പകുതി കൊടുക്കൂ എന്ന് പറഞ്ഞു. 5 ഗ്രാമം തന്നെങ്കിലും കൊടുക്കൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു. 5 ഗ്രാമം തന്നെങ്കിലും കൊടുക്കൂ. അത് ഇന്നത്തെ ഡൽഹീൻ്റെ സമീപത്തുള്ള സ്ഥലമാണ്. സോനിപ്പത്ത്, പാനിപ്പത്ത് എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ. ആ ഭാഗമാണ് കൃഷ്ണൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. സോനിപ്പത്ത്, പാനിപ്പത്ത് എന്നൊക്കെയാണ് ഇന്ന് ആ ഭാഗം അറിയപ്പെടുന്നത്. ആ ഒരു 5 ഗ്രാമം തന്നെങ്കിലും കൊടുക്കൂ. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ്. അതെന്നെയും കൊടുക്കൂ. അവസാനം എന്താ യുധിഷ്ഠിരനോട് പറയാൻ വേണ്ടി ദുര്യോധനൻ പറഞ്ഞത് എന്താണ്? പറഞ്ഞത് ഇത്രയാണ്: യഥാഹി സൂച്യാ തീക്ഷ്ണായാഹ വിദ്യേതഗ്രേണ മാധവ. യഥാഹി സൂച്യാസ്തീക്ഷ്ണായാഹ. ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവന്മാർക്ക് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. മഹാഭാരതത്തിൽ തന്നെ കാണാം. യഥാഹി സൂച്യാസ്തീക്ഷ്ണായ വിദ്യേതഗ്രേണ മാധവ. അല്ലയോ മാധവ, കൃഷ്ണ, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഭീമനും വലിയൊരു ഗതയുമെടുത്തഥ ഭൂമി കുലുക്കി പാഞ്ഞു വരുമ്പോൾ. ഭീമൻ വലിയൊരു ഗതയും കൊണ്ട് യുദ്ധത്തിനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുച്ചൂടും മുടിയും, ഒരു സംശയവുമില്ല. ലാസ്റ്റ് വാണിംഗ് കണ്ടു കൊടുത്തു കൃഷ്ണൻ. ഇനി യുദ്ധം തന്നെ, പരമാവധി യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി നോക്കി. അത് ചെന്താ ചെയ്യുക? അപ്പം ചൈന അങ്ങനെ വന്നു വിചാരിക്കുക. ചൈനയായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, എന്താവും? കുഴപ്പമാവും, പ്രശ്നമാവും. പക്ഷെ അവരാദ്യം തന്നെ ഒരു ഭാഗം എടുത്തു. കാശ്മീരിൻ്റെ ഒരു ഭാഗം എടുക്കാൻ നോക്കി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് പഞ്ചാബിൻ്റെ അടുത്തേക്ക് എത്തും. അല്ലെ പാകിസ്ഥാൻ ആയിക്കോട്ടെ, കാശ്മീർ കൊടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ പഞ്ചാബിൻ്റെ അടുത്തേക്ക് വരും. പഞ്ചാബും വേണമെന്നാവും. പഞ്ചാബ് കൊടുക്കാന്ന് പറഞ്ഞാലോ പിന്നെ രാജസ്ഥാനും വേണമെന്നാവും. അങ്ങനെ വരാൻ പാടില്ലല്ലോ. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ ആദ്യമൊക്കെ ക്ഷമിക്കുക എന്നൊക്കെ പറയണം. നിവൃത്തിയില്ലാണ്ട് വന്നാൽ പിന്നെ ഒന്നും നോക്കാൻ യുദ്ധം ചെയ്യന്നെ, വേറൊന്നും ചെയ്യാനില്ല. 4-ാമത്തെ ഉപായം എന്താണ്? യുദ്ധം തന്നെ.
കൃഷ്ണൻ യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുന്നിടത്തോളം ശ്രമിച്ചു. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ മഹത്വങ്ങളും പറഞ്ഞു കൊടുത്തു, എല്ലാ കേമത്തങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു, ഭാരതവംശത്തിനുണ്ടാകുന്ന എല്ലാ ഉയർച്ചകളെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. എന്നിട്ട് എന്താ ദുര്യോധനൻ പറഞ്ഞത്? പകുതി സ്ഥലം പോയിട്ട് സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ പിന്നെ ഒന്നും നോക്കാല്ല, യുദ്ധം ചെയ്യന്നെ. ചൈന ആയാലും വേണ്ടില്ല, പാകിസ്ഥാൻ ആയാലും വേണ്ടില്ല, അഫ്ഗാൻ ആയാലും വേണ്ടില്ല, ഇങ്ങോട്ട് കയറി വന്നാൽ തിരിച്ചടിക്കുക തന്നെ, ഏത് തരത്തിലായാലും നോക്കാനില്ല. അവനാനും നശിക്കും, അവരും നശിക്കും, ഒന്നും നോക്കണ്ട. അതിനാ കൃഷ്ണൻ്റെ നയം. പിന്നെ കൃഷ്ണൻ യുദ്ധം നിർത്താൻ പറഞ്ഞു. ഇനി യുദ്ധം എന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു കൃഷ്ണൻ. കഴിയുന്നിടത്തോളം യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടി നോക്കി. ഇതൊക്കെയാണ് ആ മഹാഭാരതത്തിലാണ് കൃഷ്ണൻ്റെ ആ തന്ത്രം, നയതന്ത്രജ്ഞത കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. ഇല്ലാതിരിക്കാൻ, യുദ്ധം വരാതിരിക്കാൻ എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇത്ര വേറെ ആരാ ശ്രമിച്ചത്? വേറെ ആരും ശ്രമിച്ചിട്ടില്ല യുദ്ധം ഇല്ലാതിരിക്കാൻ. കൃഷ്ണനെപ്പോലെ വേറെ ആരും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രയത്നിച്ച, കൃഷ്ണനെപ്പോലെ പ്രയത്നിച്ച ഒരാൾ പോലും ഇല്ല. പക്ഷേ ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത്? ഒന്നും പറയാനില്ല. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ അർജുനന് ഇവരൊക്കെ നേരിട്ട് കണ്ടപ്പോഴത്തേക്ക് ആകെ ഒരു ഭയം, ഒരു വെപ്രാളം. ആ സമയത്ത് കർത്തവ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത. നീ ഇപ്പം എന്താ എന്തിനാ വന്നത്? പട്ടാളമായിട്ടാണ് വന്നത്. പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. നിനക്ക് വേണേൽ കഴിഞ്ഞ ആഴ്ച യുദ്ധം വേണ്ടാന്ന് തീരുമാനിക്കായിരുന്നു, കാട്ടിൽ അലിഞ്ഞ് നടക്കായിരുന്നു. പക്ഷേ യുദ്ധത്തിനായിട്ട് വന്ന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പിന്തിരിഞ്ഞ് പോയാൽ എന്താണ്? മോശമാണ്, അത് ശരിയല്ല. യുദ്ധസ്വ ഭാരത, യുദ്ധം ചെയ്യൂ. കൃത്യമായി സ്വധർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഗീത കേട്ടാൽ അർജുനന് ഗീത കേട്ടതുകൊണ്ടാണോ അർജുനൻ യുദ്ധം ചെയ്തതെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം എന്താണ്? ഗീതയുടെ പരമ താല്പര്യം എന്താ? സന്യാസമാണ്. എല്ലാം ഉപേക്ഷിച്ച് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, എല്ലാം ഉപേക്ഷിച്ച് പരമമായ ആ സത്യത്തെ സാക്ഷാത്കരിക്കൂ. അതാണ് കൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ അർജുനൻ്റെ ഉള്ളിലുള്ള ഗുണം എന്തായിരുന്നു? യുദ്ധം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അർജുനൻ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ കർമ്മം ചെയ്യൂ. ഡു യുവർ ഡ്യൂട്ടി വിത്തൗട്ട് എക്സ്പെക്റ്റേഷൻ. നീ നിന്റെ കർമ്മം നീ ചെയ്യൂ, അത് ഫലാകാംക്ഷ കൂടാതെ തന്നെ ചെയ്യൂ എന്ന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അവിടെ യുദ്ധം ചെയ്യാണ് വേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഒരു ബന്ധു അല്ലെങ്കിൽ ഒരാൾ പട്ടാളത്തിലാണെന്ന് വിചാരിച്ചോളൂ. ഈ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഈ വ്യക്തിയുടെ ബന്ധു തന്നെ വിഘടനവാദവുമായിട്ട് വന്നു വിചാരിക്കുക, യുദ്ധത്തിനായിട്ട് വന്നു വിചാരിക്കുക. പട്ടാളക്കാരോട് നേരിടാനായിട്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാരെയും കൊണ്ടിട്ട് ബോംബൊക്കെ ആയിട്ട് വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഈ പട്ടാളക്കാരൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ തന്നെയാണ്, പട്ടാളക്കാരൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ തന്നെയാണ് വിഘടനവാദികളായി വന്നത്. അപ്പോൾ എന്താ ഈ പട്ടാളക്കാരൻ ചെയ്യേണ്ടത്? അയ്യോ, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളല്ലേ, അവരോട് എങ്ങനെയാണ് യുദ്ധം ചെയ്യുക? അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അല്ല. അവിടെ രാഷ്ട്രരക്ഷയാണ്. അവിടെ ഏറ്റവും പ്രധാനം തൻ്റെ കർത്തവ്യം ചെയ്യുകയാണ് വേണ്ടത്. വിഘടനവാദവുമായി വന്നാൽ അത് അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കളായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, അവരെ വധിക്കുക. അതാണ് പട്ടാളത്തിലെത്തി കഴിഞ്ഞാൽ അയാളുടെ കർത്തവ്യം. അതിനാണ് അദ്ദേഹത്തിന് നിയമിച്ചത്. അതുപോലെ നീ ഇപ്പം ആരാണ്? ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാനും അതുപോലെ ഭരിക്കാനും എല്ലാം അവകാശമുള്ള ഒരു വകുപ്പിലാണ് നീ എത്തിയത്. ഇവിടെ മാത്രമല്ല, യുദ്ധം നടക്കാതിരിക്കാൻ വേണ്ടി, സംഭവിക്കാതിരിക്കാൻ വേണ്ടി കഴിയാവുന്നിടത്തോളം നമ്മൾ ശ്രമിച്ചു. ഇങ്ങനൊരു സന്ദർഭത്തിൽ നീ പിന്തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഒന്നും കിട്ടാതെയാവും. ഒരു തരത്തിലുള്ള ഗുണവും ശ്രേയസ്സും നിങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ, സ്വധർമ്മം ചെയ്യൂ. തസ്മാത് യുദ്ധ്യസ്വ ഭാരത മാം അനുസ്മര യുദ്ധ്യച, എന്നെ അനുസ്മരിച്ചും കൊണ്ട് യുദ്ധം ചെയ്യൂ. ഗീത കേട്ടാൽ നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ കർത്തവ്യ കർമ്മം ചെയ്യുക. നമ്മൾ പട്ടാളക്കാരനാണെങ്കിലോ, ഒരു പട്ടാളക്കാരനാണ് ഗീത കേൾക്കുന്നതെങ്കിലോ യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യുക. ഭഗവാനെ വിചാരിച്ച് ഹിംസയാണെന്ന് വിചാരിക്കേണ്ട. അവിടെ ഹിംസ എന്നുള്ളത് എന്താണ്? കർത്തവ്യ കർമ്മമാണ്. ആ കർമ്മം ചെയ്യുക. ശരിക്കും പറയാച്ചാൽ ഗീതയെ കുറിച്ച് പറയാൻ തുടങ്ങിയ അനവധി വിഷയങ്ങൾ പറയാനുണ്ട്. ഭാരതീയ ചിന്തയുടെ മുഴുവൻ ഉപനിഷത്തുക്കളിൽ പറഞ്ഞ എല്ലാ ആശയങ്ങളുടെയും താല്പര്യമാണ് ഗീത. അപ്പോൾ സത്യം, ദയ മുതലായ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വേണ്ട നിരവധി വിഷയങ്ങൾ ഉപനിഷത്തുക്കളിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഉപനിഷത്തിൽ പറഞ്ഞ എല്ലാ വിഷയങ്ങളുടെയും തത്വചിന്തകളുടെ മുഴുവൻ ആശയങ്ങളുടെയും ക്രോഡീകരിച്ച രൂപമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു. അതും ആ മഹാഭാരതത്തിൽ കാണാം. അതിനുശേഷം യുദ്ധത്തിൽ പല സന്ദർഭങ്ങളിലും പാണ്ഡവന്മാർ പരാജയപ്പെടേണ്ടതായിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ പാണ്ഡവന്മാരെ വിജയത്തിലേക്ക് എത്തിക്കാൻ കൃഷ്ണൻ പരിശ്രമിച്ചു. ശരിക്ക് ആദ്യം തന്നെ യുദ്ധത്തിൽ ഫൗള് വെച്ചത് ആരാണ്? കൗരവന്മാരാണ്. ശരിക്കും ഒരാളോട് മാത്രമേ യുദ്ധം ചെയ്യാവൂ,
ഒരു രഥിയോടെ യുദ്ധം ചെയ്യാവൂ എന്നൊക്കെ ഒരു നിയമം എവിടെ ഉണ്ട്? മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അവിടെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമ്പ്രദായങ്ങളെ മുഴുവൻ അട്ടിമറിച്ചും കൊണ്ടാണ് ആരെ കൊന്നത്? അഭിമന്യുവിനെ കൊന്നത്. 6 പേര് ഒരാളോട് യുദ്ധം ചെയ്ത് ആയുധം പോയ സമയത്ത് വെട്ടിക്കൊല്ലുകയുണ്ടായത്. ഇങ്ങനെ ചെയ്യണമെന്ന് കർണനോട് പറഞ്ഞു കൊടുത്തത് ആരാണ്? ദ്രോണരാണ്. കർണൻ അഭിമന്യുവിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഓടുകയുണ്ടായത്. എന്നിട്ട് ദ്രോണാചാര്യ അടുത്ത് പോയി പറഞ്ഞു, ആചാര്യ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, അഭിമന്യുവിൻ്റെ മുമ്പ് പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചതിച്ചു കൊല്ലാൻ വേണ്ടി അനുവാദം കൊടുത്തു. നമുക്കെല്ലാവർക്കും കൂടി ചതിച്ചു കൊല്ലാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാരഥന്മാരായ ദ്രോണര്, കർണൻ, അശ്വത്ഥാമാവ് ഇവരെല്ലാവരും കൂടി ചതിച്ചിട്ടാണ് അഭിമന്യുവിനെ കൊന്നത്. ആദ്യത്തെ ഫൗൾ അവിടെയാണ്. അധർമ്മം തുടങ്ങിയത് കൗരവന്മാരാണ്, അല്ലെ കൗരവന്മാരുടെ ഭാഗത്തു നിന്നാണ്. ചിലർ പറയാറുണ്ട് കൃഷ്ണൻ കളവ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടല്ലേ ദ്രോണരെ കൊല്ലിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെ കർണനെ അങ്ങനെയല്ലേ ചതിച്ചിട്ടല്ലേ കൊന്നത്? അതെ, ആദ്യം തുടങ്ങിയത് ആരാ ചതി? ആദ്യം ചതി തുടങ്ങിയത് കൗരവന്മാരാണ്. 16 വയസ്സുള്ള കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അശ്വത്ഥാമാവും ദ്രോണാചാര്യരും കർണനും എല്ലാവരും കൂടി ആയുധം വീണ് സമയത്തും കൂടി വെട്ടിക്കൊല്ലുകയുണ്ടായത്. ആലോചിച്ച് നോക്കൂ, ആദ്യം തുടങ്ങിയത് അവരാണ്. ഇത് കണ്ടതിന് ശേഷമാണ് കൃഷ്ണൻ പറഞ്ഞത്, ഇനി നമുക്ക് ഇങ്ങോട്ട് ഫൗള് വെച്ചാൽ അങ്ങനെ തന്നെയല്ലേ അങ്ങോട്ടും ഫൗള് വെക്കുക തന്നെ, ഒന്നും നോക്കാനില്ല, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ദ്രോണാചാര്യരെ ചതിച്ചിട്ട് തന്നെയാണ് കൊന്നത്, സംശയമൊന്നുമില്ല. ഒരാനേൻ്റെ പേര് അശ്വത്ഥാമാവ് എന്നിട്ടു. എന്നിട്ട് ആനയെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ആനയെ അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, അശ്വത്ഥാമാഹത, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. പതുക്കെ അശ്വത്ഥാമാഹത എന്ന് ഉറക്കെ പറഞ്ഞു. ആര്? യുധിഷ്ഠിരൻ. കുഞ്ചര എന്ന് പതുക്കെയും പറഞ്ഞു, ആന എന്ന് പതുക്കെയും പറഞ്ഞു. അപ്പം അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും ദ്രോണാചാര്യർ വില്ല അവിടെ വെച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ അശ്വത്ഥാമാവ്. അപ്പം മകൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് വില്ല അവിടെ വെച്ചു. ആ തക്കത്തിനാണ് ദ്രോണാചാര്യരെ വീഴ്ത്തുന്നത്. കർണൻ്റെ തേർച്ചക്രങ്ങൾ താണുപോയി, പൂണ്ടുപോയി. ഈ സമയത്ത് കർണൻ പറഞ്ഞു, ധർമ്മം നോക്കിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്ന് പറഞ്ഞു. എൻ്റെ തേര് താണു പോയിട്ടുണ്ട്, ഇപ്പം യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അർജുനനോട്. പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ധർമ്മം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കർണൻ. അപ്പം കൃഷ്ണൻ ചോദിച്ചു, എടാ എനക്ക് ധർമ്മം എന്ന് ശരിക്കും എഴുതാൻ അറിയാം? മര്യാദയ്ക്ക് ധർമ്മം എന്ന് പറയാനൊക്കെ നിശ്ചയമുണ്ടോ? ഓരോന്നും ഭഗവാൻ പറഞ്ഞു. ദ്രൗപദിയെ സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് ആരാ? കൗരവന്മാരെ കൂട്ടത്തിലുള്ള വികർണനൊന്നും ഈ കാര്യം ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹമൊക്കെ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കർണനാണ് പറഞ്ഞത്, എന്ത് ഇങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞത്. ദ്രൗപദിയെ അപമാനിക്കുകയാണ് വേണ്ടത്. ഏതായാലും 5 ആളില്ലേ, നീ ഒരു 100 ആളും കൂടിയായ എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ പരിഹസിച്ചത് കർണനാണ്. അതിന് കർണൻ എന്താ കുഴപ്പം? സൂതപുത്രനെത്താൻ കല്യാണം കഴിക്കില്ല എന്ന് ദ്രൗപദി പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിലാണ്. അത് ദ്രൗപദീൻ്റെ അവകാശമല്ലേ? ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കാൻ ദ്രൗപദിക്കല്ലേ അവകാശം? അതിൻ്റെ പേരിൽ തന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ സഭയിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാൻ വേണ്ടി അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് നല്ല കാര്യമാണോ കർണൻ ചെയ്തത്? ഒരിക്കലും നല്ല കാര്യമല്ല. കർണൻ്റെ ഏറ്റവും വലിയ തമ്മാടിത്താണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയെ അപമാനിക്കാൻ വേണ്ടി പരസ്യമായി അപമാനിക്കണം എന്ന് പറയുകയാണ് കർണൻ ചെയ്തത്. അപ്പം ഭഗവാൻ ചോദിച്ചു, അന്ന് നിനക്ക് എവിടെയായിരുന്നു ധർമ്മം? അതീകുമാരനാം അഭിമന്യു തന്നെ വധിച്ചു കൂടഞ്ഞു വിഷണ്ണന്മാരായിട്ടറുവരൊന്നിച്ചിട്ടറുകുലയായോരറിവു കൂടാതെ ചതിച്ചു കൊന്നെന്നും. നിങ്ങൾ 6 പേരും കൂടിയിട്ടല്ലേ ആ അഭിമന്യുവിനെ കൊന്നത്, ചതിച്ചു കൊന്നത്? അന്ന് നിങ്ങൾക്ക് എവിടെയായിരുന്നു ധർമ്മം? ഇങ്ങനെ ഓരോന്ന് കൃഷ്ണൻ കർണനും കൗരവന്മാരും പാണ്ഡവന്മാരുടെ മുകളിൽ ചെയ്ത ഓരോ അധർമ്മങ്ങളും എണ്ണി പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഇനി എന്തോ പാർത്ഥ പതുക്കെ നിൽക്കുന്ന തിനതനയനെ വധിക്ക വൈകാതെ. ഇനി ഒന്നും നോക്കണ്ട, ഈ കർണൻ ഞങ്ങളുടെ കൊല്ലു തന്നെ, ഒന്നും നോക്കാനില്ല. എന്തൊക്കെ കുഴപ്പങ്ങളാണ്. ഇവനാണ് ഏറ്റവും കുഴപ്പം. ഇവനൊരാണി എന്നറിഞ്ഞാലും ഇവനാണ് കൗരവന്മാരുടെ ആണിക്കല്ല്. ഇവനങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, കൗരവന്മാരുടെ കഥ കഴിഞ്ഞു. ഇവൻ ഒരൊറ്റൊരുത്തൻ കാരണമാണ് ഈ യുദ്ധം മുഴുവൻ ഉണ്ടായത്. കർണനെ കണ്ടുവച്ചിട്ടാണ് ദുര്യോധനൻ എല്ലാ കാര്യങ്ങളും കോപ്പുകൂട്ടിയത്. ഇവനാണ് ആണി, അടിസ്ഥാനം, അപകടകാരി. ഇവനെയാണ് വധിക്കേണ്ടത് എന്ന് പറഞ്ഞു. പലരും പറയാറുണ്ട് കർണൻ അർജുനനേക്കാൾ കേവനാണ് യുദ്ധത്തിൽ എന്നൊക്കെ പറയാറുണ്ട്. ഒന്നുമല്ല. മഹാഭാരതം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാർജുനന്മാർ തമ്മിൽ നടന്ന യുദ്ധത്തിൽ മുഴുവൻ കർണൻ പരാജയപ്പെടുകയുണ്ടായത്. ഒരിടത്ത് പോലും കർണന് അർജുനനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗന്ധർവന്മാരായി സംഭവിച്ച യുദ്ധം, അത് കഴിഞ്ഞിട്ട് ഈ വേറൊരു ഭാഗത്ത് ഗോഗ്രഹണ സന്ദർഭത്തിൽ കർണനും അർജുനനും തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്.
കർണൻ വലിയ വീരവാദമൊക്കെ മുഴക്കാറുണ്ട്, ഞാൻ അർജുനനെ തോൽപ്പിക്കും എന്നൊക്കെ പറയാറുണ്ട്. അന്നേരമാണ് അശ്വത്ഥാമാവ് പറയുന്നത്, എടോ കർണ, നിന്റെ വർത്തമാനം കൊണ്ടൊന്നും കാര്യം തോൽപ്പിച്ചാൽ പോരാ, കർണ മതി മതി കർണ മതി മതി, പോരല്ല ചൂതല്ല നല്ലിതു പോരെന്നറിയുക നീ. ഇത് ചൂത് കളിക്കലല്ല, അത് യുദ്ധം ചെയ്യലാണ്. വർത്തമാനം കൊണ്ടൊന്നും കാര്യമില്ല, ശരിക്കും യുദ്ധമാണ് നടക്കാൻ പോണത്. കർണൻ തോറ്റോടുകയുണ്ടായത് ആ സന്ദർഭത്തിലൊക്കെ. ഒരു സന്ദർഭത്തിൽ പോലും അർജുനനെ തോൽപ്പിച്ചിട്ടില്ല. എന്നാലും കുറേ കർണൻ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് നാട്ടിലൊക്കെ. കർണൻ എന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. കർണൻ കുഴപ്പമൊന്നുമില്ല, നല്ല ആളല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അനവധി ദോഷങ്ങൾ കർണനിലുണ്ട്. കർണൻ കാരണമാണ് ശരിക്കും മഹാഭാരത യുദ്ധം ഉണ്ടായത്. മഹാഭാരതത്തിലൂടെ ശരിക്കും ദുര്യോധനൻ തന്നെ, ദുര്യോധനോ മഞ്ഞുമയോ മഹാവൃഷ, ദുര്യോധനാണ് ഏറ്റവും വലിയ അധർമ്മത്തിൻ്റെ വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ വേരാണ് കർണൻ എന്നാണ് മഹാഭാരതത്തിൽ പറഞ്ഞത്. വേരാണ് കർണൻ. അങ്ങനെ കർണനെ കൊന്നു, ദ്രോണാചാര്യരെ തോൽപ്പിച്ചു, ദുര്യോധനെ അവസാനം തോൽപ്പിച്ചു വിട്ടു. അതിനുശേഷം ഈ യുധിഷ്ഠിരന് അധികാരം ഏറ്റെടുക്കാൻ ആകെ സങ്കടം. എങ്ങനെയാ ഇത്രയധികം ആൾക്കാരെയൊക്കെ കൊന്നിട്ട് എങ്ങനെയാ അധികാരം ഏറ്റെടുക്കുക? അപ്പം അവിടെ ഭീഷ്മർ മരിച്ചിട്ടില്ല. ഭീഷ്മരടുത്തേക്ക് ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഭീഷ്മർ അവിടെ വെച്ചിട്ട് ധർമ്മത്തിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അതാണ് മഹാഭാരതത്തിലെ ശാന്തി പർവ്വവും അനുശാസന പർവ്വവും. രാഷ്ട്രധർമ്മം എന്താണ്, സ്ത്രീധർമ്മം എന്താണ്, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരുടെ ധർമ്മം എന്താണ്, ആപദ്ധർമ്മം എന്താണ്, ഇങ്ങനെ എല്ലാ സാമാന്യധർമ്മം എന്താണ്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും, രാഷ്ട്രധർമ്മം, രാജാക്കന്മാരുടെ ധർമ്മം, ആപത്ത് വന്നാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും, മോക്ഷധർമ്മം, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് വേണ്ട മാർഗങ്ങൾ, ഇങ്ങനെയുള്ള ഒരുവിധം എല്ലാ വിഷയങ്ങളും ഈ 2 പർവ്വങ്ങളിലുമായിട്ട് ഭീഷ്മർ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഭീഷ്മരുടെ ആ ഉപദേശം കേട്ട് സന്തുഷ്ടനായ ആ യുധിഷ്ഠിരൻ രാജ്യം ഏറ്റെടുത്തു. അങ്ങനെ 36 കൊല്ലം അതിഗംഭീരമായിട്ട് ഈ ഭരതരാജ്യം യുധിഷ്ഠിരൻ ഭരിച്ചു. അപ്പം യുധിഷ്ഠിരനെ മുൻനിർത്തിക്കൊണ്ട് ഒരു ധർമ്മരാഷ്ട്രത്തെ ഭഗവാൻ പുനഃസ്ഥാപിച്ചു. ഇതൊക്കെയാണ് കൃഷ്ണൻ ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി. ഏറ്റവും വലിയ കാര്യങ്ങളാണിതൊക്കെ. അതാണല്ലോ ഉള്ളൂരെന്നെ പറയുന്നത്, വിതുരൻ്റെ ഗൃഹത്തിങ്കൽ വിരുന്നിഞ്ഞു ഗമിച്ചതും. ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ചെമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തളിച്ചതും, അത്തേർ തടത്തിൽ നിന്നും കൊണ്ട് അതിമഞ്ജുള ഭാഷയിൽ അഖിലോപനിഷത്സാരം അന്നരഞ്ഞരുൾ ചെയ്തതും. ചെമ്മട്ടി പൂണ്ടു തങ്കത്തേർ ചങ്ങാതിക്കു തെളിച്ചതും, ചങ്ങാതിക്കായി തങ്കത്തേർ തെളിച്ചു കൊടുത്തു. എന്നിട്ടോ ആ തേർത്തടത്തിൽ നിന്നുകൊണ്ട് അതിമഞ്ജുള ഭാഷയിൽ, സുന്ദരമായ ഭാഷയിൽ അഖിലോപനിഷത്സാരം, ഉപനിഷത്തിൻ്റെ മുഴുവൻ സാരം ഉപദേശിച്ചു കൊടുത്തു. എന്തൊക്കെയാ ഭഗവാൻ ചെയ്തെന്ന് ആലോചിച്ച് നോക്കൂ. പാഞ്ചാലിക്കു ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തതും. പാഞ്ചാലിക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ പട്ടുചേലകളൊക്കെ നെയ്തു കൊടുത്തു. അല്ലേ ഭഗവാൻ ചെയ്തില്ലേ? ഞൊടിക്കുള്ളിൽ പട്ടുചേലകൾ നെയ്തതും. സുദാമാവിൻ്റെ പത്നിക്കു തുംഗസൗധങ്ങൾ തീർത്തതും. സുദാമാവിൻ്റെ പത്നിക്കായി വലിയ മാളിക നിർമ്മിച്ചു കൊടുത്തു. സുദാമാവിന് വേണ്ടിയിട്ടല്ല, അദ്ദേഹത്തിനൊന്നും വേണ്ട, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് തുംഗസൗധങ്ങൾ തീർത്തതും. താനുണ്ട ചീരയിരയാൽ ദാന്തനുൾ തൃപ്തി തീർത്തതും. വിതുരൻ്റെ ഗൃഹത്തിങ്കൽ വിരുന്നിഞ്ഞു ഗമിച്ചതും. വിതുരൻ്റെ ഗൃഹത്തിലേക്കായി വിരുന്നിനു പോയി. അതുപോലെ ഉപനിഷത്സാരമായ ഉപദേശങ്ങളൊക്കെ അർജുനനായി ഉപദേശിച്ചു കൊടുത്തു. ചുരുക്കത്തിൽ ഭഗവാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഖനാഖനം ചെയ്ത കാര്യം സകലവും ജഗന്മോഹനമോഹനം. കൽത്തുറുങ്ങിന്ന കത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽത്താർ വിണ്ട ദിനം വരെ. ഭഗവാൻ ഉണ്ടായ അന്ന് മുതൽക്ക് അവസാനം കാട്ടാളൻ്റെ അമ്പ് കൊള്ളുന്നത് വരെ ഭഗവാൻ ചെയ്ത പ്രവൃത്തികളൊക്കെ അത്ഭുതം തന്നെയാണ്, അത്യത്ഭുതം തന്നെയാണ്. അവസാനം ജര എന്ന് പറഞ്ഞ ഒരു വേടൻ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അമ്പ അയച്ചു എന്നാണ് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ജര എന്നാ വേടൻ്റെ പേര്. ഭഗവാൻ ജരതായി ജര വന്നു, പ്രായമായി എന്നർത്ഥം. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ 125 വർഷമല്ലേ ജീവിക്കേണ്ടത്, പരമാവധി ആയുസ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വൈകുണ്ഠത്തിലേക്ക് തന്നെ പോകണമല്ലോ. അപ്പം ജരയെ സ്വീകരിച്ചു എന്നർത്ഥം. ജരയെ സ്വീകരിച്ച് സ്വാഭാവികമായി ശരീരത്തെ ഉപേക്ഷിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ഒരു നിയമമാണ്. ആ നിയമത്തിനനുസരിച്ച് ശരീരത്തെ ഉപേക്ഷിച്ചു. പരമാത്മസ്വരൂപമായതുകൊണ്ട് ഭഗവാൻ പരമാത്മപദത്തെ പ്രാപിക്കുകയും ചെയ്തു. ഈശ്വരൻ തന്നെയാണല്ലോ കൃഷ്ണനായിട്ട് വന്നത്. അല്ലെ, കൃഷ്ണൻ ആരാണ്? ഈശ്വരനെ സാക്ഷാത്കരിച്ച മഹാത്മാവാണല്ലോ. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, 2 തരത്തിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ആ ഭഗവാൻ പരമപദത്തെ, യോഗേശ്വരനായ കൃഷ്ണൻ പരമപദത്തെ പ്രാപിച്ചു എന്നർത്ഥം.
ഇങ്ങനെ അമ്പ് കൊണ്ടു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. അമ്പ് കൊള്ളുക എന്നുള്ളതൊരു അതൊക്കെ ഒരു ആലങ്കാരികമായി പറഞ്ഞതാണ്. ശാപമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതൊന്നും ആ വിഷയമൊന്നും ഒരു അമ്പ് കൊണ്ടു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. കാലിന് അമ്പ് കൊണ്ട് ഒരാൾക്ക് എന്താ അപകടം പറ്റുമോ? കാലിനോട് അമ്പ് കൊണ്ടെന്താ ഒന്നും പറ്റൊന്നുമില്ല, മരണത്തിന് കാരണമാവുമൊന്നുമില്ല. കൈയിൻ്റെ മോൾ അമ്പ് കൊണ്ടാലും കാലിൻ്റെ മോൾ അമ്പ് കൊണ്ടാലും ഒരു കുഴപ്പമില്ല. കാലിൻ്റെ അവിടെ കമ്പ് കൊണ്ടെന്താ എടുത്ത് മാറ്റുന്നല്ലാണ്ട് കാലിലേക്കല്ലേ വെടിവെക്കുന്നത് ചെയ്യുക. കുറ്റവാളികളല്ലാത്തവരൊക്കെ അല്ലെ കുറ്റവാളികളാണ് സംശയമുള്ളവർ ഓടുക ചെയ്താൽ കാലിലേക്ക് വെടിവെക്കാണല്ലോ നിയമം. കാലിലേക്ക് വെടിവെച്ച ആൾ മരിക്കുമൊന്നുമില്ല. അതുപോലെ കാലിൽ അമ്പ് കൊണ്ടാകുന്നൊരു സംഭവം ഉണ്ടാവുമൊന്നുമില്ല. ഇതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. ജര എന്നാണ് ആ വേടൻ്റെ പേര്. ആ വേടൻ കാലിലേക്ക് അമ്പ അയച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജര വന്നു, അത്ര തന്നെയുള്ളൂ. ജരയെ ഭഗവാൻ സ്വീകരിച്ചു. 125 വർഷമായി. പഞ്ചവിംശാധികം പ്രഭോ. സാധാരണ 100 വർഷമാണ് മനുഷ്യൻ്റെ ആയുസ്. ശതായുർവൈ പുരുഷ. 100 വയസ്സാണ് മനുഷ്യൻ്റെ ആയുസ്. അപ്പോൾ 25 കൊല്ലം കൂടി അധികമായി. അപ്പം 125 കൊല്ലമായി. ഒരർത്ഥത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ കൃഷ്ണനും പാണ്ഡവന്മാരൊക്കെ യുദ്ധം ചെയ്തത് ഏത് കാലത്താ? 80-90 വയസ്സുള്ള സമയത്തായിരിക്കണം കൃഷ്ണനും പാണ്ഡവന്മാരും ഒക്കെ മഹാഭാരത യുദ്ധം നയിച്ചിട്ടുണ്ടാവുക. അപ്പം ഇന്നത്തെ മനുഷ്യന്മാരെ പോലെയല്ല, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇതിന് അതിൻ്റെ അർത്ഥം. ഇന്നിപ്പോൾ എന്താ പലതരത്തിലുള്ള ഭക്ഷണത്തിൻ്റെ വ്യത്യാസം, പല രാസവസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. നല്ല ശുദ്ധമായ ആഹാരമില്ല, ശുദ്ധമായ വെള്ളമില്ല. അതുകൊണ്ടൊക്കെയാണ് 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ക്ഷീണിച്ച് ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത്. അന്നത്തെ അവർക്ക് നല്ല ആയുസ്സുണ്ടായിരുന്നു. വേദങ്ങളിൽ തന്നെ 100 ശതഞ്ജീവ ശരദോ വർദ്ധമാന എന്നാണ്. കല്യാണം കഴിഞ്ഞാൽ തന്നെ 100 കൊല്ലത്തോളം ജീവിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. കല്യാണം ഏകദേശം 20-22 വയസ്സിലല്ലേ കഴിയുക. 16 വയസ്സ് 20 വയസ്സൊക്കെയാണ് പഴയകാലത്തെ അർത്ഥശാസ്ത്രത്തിലൊക്കെ പുരുഷന്മാരുടെ വിവാഹപ്രായം. സ്ത്രീകളുടെ വിവാഹപ്രായം 16 വയസ്സും പുരുഷന്മാരുടെ വിവാഹപ്രായം 20 വയസ്സുമൊക്കെയാണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ആ കാലത്ത് വിവാഹം കഴിക്കുന്ന സമയത്തുള്ള വൈദിക മന്ത്രത്തിലുള്ള പ്രാർത്ഥന 100 ശരത്കാലം നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാണ്. അപ്പോൾ 120-125 വയസ്സ് വരെയാണ് അന്നത്തെ ആയുസ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതിലെ എങ്ങനെ പറയില്ലല്ലോ. 100 വർഷത്തോളം കൈ പിടിക്കുന്ന സമയത്തുള്ള മന്ത്രം തന്നെ അതാണ്, ഋഗ്വേദത്തിലുള്ള മന്ത്രം. 100 വർഷത്തോളം കാലം നമ്മൾ രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ജീവാതു ശരതശതം എന്നാണ്. 100 ശരത്കാലം 100 വർഷം. വർഷത്തിൽ ഒരു ശരത്കാലല്ലേ വരുള്ളൂ. അപ്പോൾ 100 ശരത്കാലം എന്ന് പറയുമ്പോൾ 100 വർഷം തന്നെ സുഖമായിട്ടിരിക്കട്ടെ, ജീവിക്കട്ടെ എന്നാണ് മന്ത്രത്തിൻ്റെ താല്പര്യം. അപ്പം ആ കാലത്ത് 90 വയസ്സിൽ 75 വയസ്സിലൊക്കെ 80 വയസ്സിലൊക്കെ ഉള്ളവരാണ് സാത്വികി, അർജുനൻ, കൃഷ്ണൻ. അപ്പോൾ ഭീഷ്മർക്ക് അതിലും പ്രായമുണ്ട്. ഇവരുടെ മുത്തച്ഛനാണ് ഭീഷ്മർ. അർജുനൻ്റെ മുത്തച്ഛനാണ് ഭീഷ്മർ. അപ്പോൾ ഭീഷ്മർക്ക് ഏകദേശം ഒരു 130 വയസ്സൊക്കെ ഉണ്ടാവും എന്തായാലും ആ സന്ദർഭത്തിൽ, മഹാഭാരത യുദ്ധം നയിച്ചും കൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം കൃഷ്ണൻ്റെ ചരിത്രം. കൃഷ്ണൻ എന്ന് പറഞ്ഞത് വല്ലാത്തൊരു മഹത്വപൂർണ്ണമായ, കൃഷ്ണൻ ഒരു കഥാപാത്രം എന്നല്ലേ. മഹാഭാരതം എന്നുള്ളതൊരു കഥാപാത്രമല്ല, നടന്ന സംഭവമാണ് മഹാഭാരതമൊക്കെ. കുരുക്ഷേത്രത്തിലും അതുപോലെ അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ധാരാളം തെളിവുകളുണ്ട്. ഇപ്പം അതാ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഗംഗയുടെ ഉത്തരഗംഗാ സമതലത്തിലെ ചില ഭാഗങ്ങളിലായിട്ട് തേരുകളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. സനൗലി മുതലായ സ്ഥലങ്ങളിലൊക്കെ തേരുകളുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടെ തന്നെ കുറേ ആൾക്കാരുടെ മൃതദേഹവും കിട്ടിയിട്ടുണ്ട്. ആ മൃതദേഹത്തിൻ്റെയൊക്കെ മുകളിൽ ഈ ഹെൽമറ്റ് ഉണ്ട്, വെങ്കലം കൊണ്ടുള്ള ഹെൽമറ്റും ഉണ്ട്. ഈ വെങ്കലം കൊണ്ടുള്ള ഹെൽമറ്റുള്ള ഈ ആൾക്കാർ ഒരു പക്ഷേ മഹാഭാരതവുമായി ബന്ധപ്പെട്ട വീരന്മാരായിരിക്കണം. അവിടെ കുതിരയുടെ അവശിഷ്ടം ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട്. അതുപോലെ വെങ്കലം കൊണ്ടുള്ള ഹെൽമറ്റിൻ്റെ അവശിഷ്ടം കിട്ടിയിട്ടുണ്ട്. തേരിൻ്റെ അവശിഷ്ടവും ലഭിച്ചിട്ടുണ്ട്. 2000 BC-യിലൊക്കെ ഉള്ള തേരാണ്. തേരിൻ്റെ കാലം അതാണ്. സനൗലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് മഹാഭാരതവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ് സനൗലി. ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഒരു ഭാഗമാണ്. പാനിപ്പത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായി ഈ പഞ്ചപാണ്ഡവന്മാർ 5 ഗ്രാമങ്ങൾ വേണമെന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിൽപ്പെട്ടൊരു ഗ്രാമമാണ് ഈ സനൗലി. അവിടെ നിന്നാണ് ഈ 3 പ്രധാനപ്പെട്ട തേരാണ് കിട്ടിയത്. നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതൊക്കെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീകൃഷ്ണൻ്റെ ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പണ്ടെന്നെ കിട്ടിയതാണ്. 20 കൊല്ലം മുമ്പ് തന്നെ അതിൻ്റെ കണ്ടെത്തലൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഈ ഭൂമിയിൽ, ഭാരതഭൂമിയിൽ ഉണ്ടായ കാര്യമാണ്. കൃഷ്ണനൊരു ചരിത്ര പുരുഷനാണ്. അങ്ങനെ കേവലം സങ്കല്പ കഥാപാത്രമൊന്നുമല്ല. ഹീമാനെ പോലെ, ശക്തിമാനെ പോലെ എന്നുള്ള ഒരു കഥാപാത്രമൊന്നുമല്ല എന്ന് വിചാരിക്കേണ്ട. കൃഷ്ണൻ ഇവിടെ ഉണ്ടായ മനുഷ്യനാണ്. ഭാരതഭൂമിയിൽ ജനിച്ച മഹാപുരുഷനാണ് കൃഷ്ണൻ. വിവേകാനന്ദ സ്വാമികൾ പറയും, ഭാരതത്തിലെ സിദ്ധന്മാർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ആദ്യം ശ്രീരാമനെ പറയും,
പിന്നെ ശ്രീകൃഷ്ണനെ പറയും. പിന്നീട് ഓരോ മഹാത്മാക്കളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വന്ന് അവസാനം തൻ്റെ ഗുരുനാഥനായ ശ്രീരാമകൃഷ്ണ പരമഹംസർ അടുത്ത് വരെ അദ്ദേഹം എത്തിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പരയാണ് എന്ത് പ്രസിദ്ധമായ അൾമോറ വരെ എന്ന് പറഞ്ഞ പ്രഭാഷണമാണ്. ഈ കൊളംബോ മുതൽ അൾമോറ വരെ എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഭാരതത്തിൽ ചെയ്ത പ്രഭാഷണത്തിലാണ് ഈ വിഷയം വരുന്നത്. ഭാരതത്തിലെ സിദ്ധന്മാർ എന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഓരോ മഹാപുരുഷന്മാരും ഈ ഭൂമിയിൽ ചെയ്ത സംഭാവനകൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണനൊന്നും സങ്കല്പ കഥാപാത്രമല്ല എന്നർത്ഥം. കൃഷ്ണ ജയന്തിയാണ്. 5000 ചില്ലാൻ വർഷങ്ങൾക്ക് മുമ്പാണ് കൃഷ്ണൻ ഉണ്ടായതെന്നാണ് നമ്മുടെ സങ്കല്പം, വിശ്വാസം. കൃഷ്ണവർഷം എന്നും അങ്ങനെയാണ്. ഏതായാലും പുരാതത്വ തെളിവുകൾ 2000 BCE വരെ എത്തിയിട്ടുണ്ട്. മഹാഭാരതവുമായി ബന്ധപ്പെട്ട പുരാതത്വ തെളിവുകൾ 2000 BCE വരെ എത്തിയിട്ടുണ്ട്. 4000 കൊല്ലം മുമ്പ് വരെയുള്ള പുരാതത്വ തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദ്വാരകയുടെ അവശിഷ്ടങ്ങളായിട്ടും സനൗലിയിലെ തേരായിട്ടും തേരുകളായിട്ടും അതുപോലെ അവിടെ തന്നെ ഉള്ള ഹെൽമറ്റുകളായിട്ടും ഇരുമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുള്ള ഹെൽമറ്റുകളായിട്ടും മോഹൻജദാരോയിലും മറ്റ് പല ഭാഗങ്ങളിലുള്ള അമ്പ് അസ്ത്രമുനകളായിട്ടൊക്കെ ധാരാളം പുരാതത്വ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചുരുക്കത്തിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ശ്രീകൃഷ്ണൻ. ഇന്നും അതെ നമ്മൾ ഭഗവാനെ സ്മരിച്ചും കൊണ്ടിരിക്കുന്നു. ആധ്യാത്മികമായിട്ടും അതുപോലെ പല മേഖലകളും ഉപദേശങ്ങളായിട്ടും അതുപോലെ തത്വചിന്തയായിട്ടും അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പം സതുപദേശങ്ങൾ സുഭാഷിതങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സുഭാഷിതങ്ങളായി നീതിശാസ്ത്രപരങ്ങളായ വിഷയങ്ങളായിട്ടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃഷ്ണൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നീതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഉപദേശങ്ങൾ കാണാം, ആധ്യാത്മികമായ ഉപദേശങ്ങൾ കാണാം ഗീതയിൽ, രാഷ്ട്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട ധാരാളം ഉപദേശങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളുടെയും ഒരു മൂർത്തിയാണ്, കലകളുടെ മൂർത്തിയാണ്. ഓടക്കുഴൽ വായിക്കാൻ കൃഷ്ണനെ പോലെ ആർക്കാ സാധിക്കുക? നൃത്തം ചെയ്യാൻ കൃഷ്ണനെ പോലെ ആർക്കാ സാധിക്കുക? എല്ലാ കാര്യത്തിലും കൃഷ്ണൻ്റെ ആ അതുല്യമായ 64 കലകൾ 64 ദിവസം കൊണ്ടാണ് കൃഷ്ണൻ പഠിച്ചെടുത്തതെന്നാണ് പറഞ്ഞത്. 64 കലാവിദ്യകളുടെയും മൂർത്തിയായിരുന്നു കൃഷ്ണൻ. നാട്യം, ഗീതം ഇതൊക്കെ ഭഗവാന് അറിയുമായിരുന്നു. കലാരൂപിയായിരുന്നു, സഹൃദയനായിരുന്നു, എല്ലാമാണ് ഭഗവാൻ. അതല്ലേ ഒരു ഭാഗത്ത് എഴുത്തച്ഛൻ തന്നെ പറഞ്ഞത്, അടിയാരെ കുറിച്ചൊരു കരുണയും കഠിന ദുഷ്ടരോടെഴുന്ന കോപവും മടുമൊഴി മാരിൽ വളർന്ന രാഗവും എതിരിടുന്നോർക്കു ഭയങ്കരത്വവും. ഓരോരുത്തരോടും ഓരോ രീതിയിലാണ്. കാരുണ്യം വേണ്ടവരോട് കരുണ, എതിർക്കാൻ വരുന്നവരോട് ഭയങ്കരമായ ഭാവം, ഭയത്തെ ജനിപ്പിക്കുന്ന ഭാവം. കരുണ വേണ്ടവരോട് കാരുണ്യം, ദുഷ്ടബുദ്ധികളോട് അവരെ നിലയ്ക്ക് നിർത്തുന്നുള്ള ഭാവം. യുദ്ധം ചെയ്യണമെങ്കിൽ അതും വഹിക്കും. കലാകാരന്മാരോട് അതിനനുസരിച്ച് പെരുമാറാൻ കഴിയും. എല്ലാം ഭഗവാന് സാധിച്ചിരുന്നു എന്നർത്ഥം. നായക സങ്കല്പങ്ങളുടെ പരിപൂർണതയാണ് ശ്രീകൃഷ്ണൻ. ഇതാണ് ചുരുക്കത്തിൽ ഭഗവാനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബ്രഹ്മത്തെ, സത്യസ്വരൂപത്തെ സാക്ഷാത്കരിച്ച, ധ്യാനത്തിലൂടെ സത്യസ്വരൂപത്തെ സാക്ഷാത്കരിച്ച മഹാത്മാവുമാണ്. ഛാന്തോക്യോപനിഷത്തിൽ ഘോരനായ അങ്കിരസ ഗോത്രത്തിൽപ്പെട്ട ഘോരൻ എന്ന മഹർഷിയുടെ ശിഷ്യനാണ് കൃഷ്ണൻ. ദേവകീപുത്രായ കൃഷ്ണായ എന്നവിടെ പറയുന്നുണ്ട്. ദേവകീപുത്രനായ കൃഷ്ണൻ അങ്കിരസ മഹർഷിയിൽ നിന്ന് സത്യം, അഹിംസ, ദയ, കരുണ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ പുരുഷയജ്ഞം, എല്ലാ കർമ്മങ്ങളും ഈശ്വര സമർപ്പണമായി ചെയ്യേണ്ട പുരുഷയജ്ഞം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപദേശിച്ചു കൊടുത്തു എന്നവിടെ കാണാം. ഛാന്തോക്യോപനിഷത്തിൽ കാണാം. ഛാന്തോക്യോപനിഷത്തിൽ അങ്കിരസ് മഹർഷി കൃഷ്ണനായി പറഞ്ഞു കൊടുത്ത അതേ വിഷയം തന്നെയാണ് കൃഷ്ണൻ ഗീതയിലൂടെ നമുക്കായി ഉപദേശിച്ചു തന്നത്. ഛാന്തോക്യോപനിഷത്തിലാണ് ദേവകീപുത്രനായ കൃഷ്ണനെ കൃത്യമായി ആദ്യം തന്നെ പരാമർശിക്കുന്നത്. ഋഗ്വേദത്തിലുണ്ട്, കൃഷ്ണൻ എന്ന ഋഷിയുണ്ട്. അതേസമയത്ത് ഛാന്തോക്യോപനിഷത്തിലോ ദേവകീപുത്രനായ കൃഷ്ണൻ എന്ന് കൃത്യമായി കാണാൻ കഴിയും. പുരുഷയജ്ഞത്തെക്കുറിച്ചാണ് അങ്കിരസ് ഈ ദേവകീപുത്രന് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഈ പുരുഷയജ്ഞം തന്നെയാണ് കർമ്മയോഗം. അതുതന്നെയാണ് ഭഗവാൻ ഗീതയിലൂടെ വിസ്തരിച്ച് ഉപദേശിച്ചു കൊടുത്തത്. പുരുഷയജ്ഞം ക്രമമായി കൃത്യമായി ചെയ്യുന്നവർക്ക് 125 വർഷത്തോളം കാലം ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ പുരുഷയജ്ഞം ചെയ്ത കൃഷ്ണൻ 125 വർഷം ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഛാന്തോക്യോപനിഷത്തിലെ കൃഷ്ണനും ഗീതയിലെ കൃഷ്ണനും ഋഗ്വേദത്തിലെ കൃഷ്ണൻ എന്ന ഋഷിയും ഒക്കെ ആരാണ്? ഒരേ വ്യക്തി തന്നെയാണ്. അപ്പോൾ സത്യസാക്ഷാത്കാരത്തിലേക്കുള്ള മാർഗവും ആര് ഉപദേശിച്ചു തന്നു? ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു തന്നു. ഇങ്ങനെ എല്ലാ നിലയ്ക്കും നമുക്ക് ഒരു പ്രവാചകന്മാരല്ല ഉള്ളത്, ധാരാളം പ്രവാചകന്മാരും ഗുരുനാഥന്മാരും നമുക്കുണ്ട്.
എങ്കിലും അതിലേറ്റവും മഹാനായ പണ്ഡിതൻ ആരാണ്? ഏറ്റവും മഹാനായ ഗുരുനാഥൻ യാതൊരു സംശയവുമില്ല കൃഷ്ണൻ തന്നെയാണ്. 2 കൃഷ്ണനാണ്, 3 കൃഷ്ണന്മാരാണ് പ്രധാനമായിട്ടുള്ളത്. പറയുന്നില്ലേ, കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ പ്രജപ്രിയം, കൃഷ്ണം ദ്വൈവായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ആദ്യം തന്നെ അർജുനന്റെ പര്യായമായിട്ടും കൃഷ്ണൻ എന്നുള്ള പേരുണ്ട്. കൃഷ്ണം വന്ദേ പൃഥാസുതം, അർജുനന്റെ പര്യായമായി കൃഷ്ണൻ എന്നുള്ള പദമുണ്ട്. ദേവകീപുത്രനായ കൃഷ്ണനുണ്ട്. അതോടൊപ്പം തന്നെ സത്യവതീപുത്രനായ കൃഷ്ണദ്വൈപായനൻ. 3 കൃഷ്ണന്മാരാണ്. അർജുനൻ ഒരു കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ വേറൊരു കൃഷ്ണൻ, കൃഷ്ണദ്വൈപായനൻ വ്യാസമഹർഷി അദ്ദേഹവും ഒരു കൃഷ്ണൻ തന്നെയാണ്. ഈ 3 കൃഷ്ണന്മാരും ഭാരത സംസ്കാരത്തിന് വളരെ വലിയ സംഭാവനകൾ ചെയ്ത മഹാപുരുഷന്മാരാണ്. ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ ഈ ഒരു അഷ്ടമി രോഹിണി ദിവസം കൃഷ്ണനെ ഓർത്തും കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന പറയാവുന്ന ഒരു വിഷയം. ഏതായാലും തളി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, സന്ദേശങ്ങൾ പറയാനായി സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഏതായാലും ഈ ഒരു കൊറോണ കാലത്ത് മഹാമാരി ലോകം മുഴുവൻ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു പ്രഭാഷണം നടത്താൻ തോന്നുക എന്ന് പറഞ്ഞാൽ തന്നെ, സത്സംഗം ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ പുണ്യമാണ്. ഇതിനായി ഈ ഒരു സംവിധാനം ഒരുക്കിയ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോടും മറ്റ് എല്ലാവരോടും, പ്രഭാഷണം കേട്ടിരുന്ന ഭക്തന്മാരോടും എല്ലാവരോടും കൃതജ്ഞത അറിയിച്ചും കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ.